അപ്പോൾ ഞാൻ ഓൾറെഡി കേട്ടിട്ടുണ്ട് ഈ ഓണസദ്യയില് എങ്ങനെയാ വിളമ്പേണ്ട രീതി ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് നേരിട്ട് ഒന്നും കൂടി കേൾക്കണം. 7 കൂട്ടം 9 കൂട്ടം 11 കൂട്ടം തൊടുകറി എന്നാണ് പറയുന്നത്. അതിന്റെ സൈഡിൽ ശർക്കര പുരട്ടി, ഉപ്പേരി, പഴം, പപ്പടം, സെപ്പറേറ്റ് ഒരു സ്റ്റാർട്ടർ, ഒരു അതെ. അമ്യൂസ് വിഷ്വൽ ഉണ്ടാവും. ഫാമിലിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ആ ഒരു സമയത്ത് ഫാമിലി നാട്ടിലാണ്, ജോലി നാട്ടിലാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സാക്രിഫൈസ് ചെയ്താലാണ് നിങ്ങൾക്ക് ഒരു ഔട്ട് ഓഫ് ദ വേൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുക. നമ്മള് ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് ചെയ്യുമ്പോഴാണ് അതിന്റെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള റിസൾട്ട് വരും. അല്ലാതെ നമ്മള് ഇത്രയും സ്ട്രെസ് ഉള്ള ഒരാളാണല്ലോ. അയ്യോ, കേട്ടിട്ട് എനിക്ക് തന്നെ വയ്യ. 10 വർഷം മുമ്പ് ആ പേര് പോലും മലയാളികൾ കേട്ടിട്ടില്ല. ട്രസ് കോത്തിങ് എന്ന് പറഞ്ഞ ക്രിക്കറ്റ് പ്ലെയർ ഉണ്ട്. സോ സ്ട്രെസ് റിലേറ്റഡ് ഇൽനെസ് കൊണ്ട് പുള്ളി റിട്ടയർ ചെയ്തു. അപ്പോഴാണ് ഈ സ്ട്രെസ് എന്നുള്ള വേർഡ് ഞാൻ ആദ്യം കേൾക്കുക. അപ്പൊ ഇതൊക്കെ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അപ്പൊ അറിയാത്തടത്തോളം കാലം നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യും. The way to a person's heart is through the stomach എന്ന് കേട്ടിട്ടില്ലേ? എന്ന് വെച്ചാൽ അതിഷ്ടമായ ഭക്ഷണം കൊടുത്ത് മനസ്സ് കീഴടക്കുക. ഇതൊരു സൂപ്പർ പവർ തന്നെയാണ് അല്ലേ? ഹലോ, നമസ്കാരം. ഞാൻ അഭിരാമി ഫ്രം റേഡിയോ മിർച്ചി 104.2. ആൻഡ് ഇന്ന് എന്നോടൊപ്പം ഈ ഒരു സൂപ്പർ പവർ ഉള്ള ഒരാളാണുള്ളത്. നമ്മുടെ മലയാളികൾ തന്നെ സ്വന്തം ഷെഫ് പിള്ളെ. വെൽക്കം ഷെഫ്. വെൽക്കം ടു ബഹ്റൈൻ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. അപ്പൊ ആദ്യം തന്നെ ജഷ്ന് ബൈ ഷെഫ് പിള്ളെ. ജഷ്ൻ എന്ന് പറയുമ്പോൾ തന്നെ സെലിബ്രേഷൻസ്. അപ്പോൾ ടേസ്റ്റിന്റെ ഒരു സെലിബ്രേഷൻസ് തന്നെയാണോ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്? തീർച്ചയായിട്ടും. നമ്മളെവിടെ ഒരു ഷെഫ് എന്ന നിലയിൽ നമ്മളൊരു കുറേ വർഷം ജോലി ചെയ്ത ഒരാളാണ്. പല സ്ഥലങ്ങൾ, പല തട്ടുകട മുതൽ പഞ്ചനക്ഷത്ര ഹോട്ടൽ അല്ലെങ്കിൽ മിഷലിൻ സ്റ്റാർ റെസ്റ്റോറൻറ്റിലൊക്കെ ജോലി ചെയ്തിട്ട് വരുമ്പോൾ നമുക്കറിയാം, ഒരു സാധാരണ മനുഷ്യനും ഒരു ബില്യണിയറിനും നമ്മളൊരു നല്ലൊരു ഫുഡ് കൊടുത്താൽ ഇവരുടെ ഒരു വൗ എന്ന് പറയുന്നത് കാണുന്നത് ഈ ഭക്ഷണത്തിൽ മാത്രമാണ് ഒരു തൃപ്തി. വേറെ എന്തൊക്കെ ഇപ്പം നമ്മൾ ലോകത്ത് പല കാര്യങ്ങൾ ചെയ്താൽ പോലും, ഒരു ലക്ഷറീസ് ഏറ്റവും എക്സ്പെൻസീവായ കാർ വാങ്ങിച്ചാൽ പോലും, അല്ലെങ്കിൽ വലിയ സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ മനുഷ്യർക്ക് അങ്ങ് പോകും. പക്ഷെ എവറി മീൽ അല്ലേ, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നല്ലൊരു 1 മണിക്ക് നല്ലൊരു ചോറും മീൻകറിയും കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് തൃപ്തിയായി, ഭയങ്കര ഹാപ്പിയാവും. പിന്നെ വീണ്ടും ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വിശക്കും. അപ്പോൾ നല്ലൊരു ഡിന്നറിന് ഒരു പൊറോട്ടയും ബീഫാണെങ്കിൽ ഒരു മലയാളിയെ സംബന്ധിച്ച് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പം ഈ ഭക്ഷണം കൊടുക്കുക, അവരെ അതിനകത്ത് രുചിയിൽ അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു 30 വർഷത്തെ എക്സ്പീരിയൻസിൽ നമുക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഒരു സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ്, എല്ലാ ഷെഫുമാരുടെ ഏറ്റവും വലിയ ഡ്രീം അവർക്ക് കുറേ നാൾ ജോലി ചെയ്ത് കഴിയുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഡ്രീമിൻ്റെ പുറത്താണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു ബഹ്റൈനിലെ ഫുഡീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മളുടെ കുറേ സിഗ്നേച്ചർ റെസിപ്പിയും അതുപോലെ അവരുടെ ലോക്കൽ ഫേവറേറ്റ്സ് ഒക്കെ ആയിട്ട് കൊണ്ടുവരുന്ന ക്രിയേറ്റ് ചെയ്തൊരു മെനു ആയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഐ എം ലുക്കിംഗ് ഫോർവേഡ്. ഭയങ്കര എക്സൈറ്റ് ആയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയിൽ ഇതുപോലൊരു ഇന്റർനാഷണൽ ബ്രാൻഡിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് ഒരു മലയാളി റെസ്റ്റോറൻറ്റ് വരിക എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പ്രൗഡാണ്. അപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ ടീമിനും എനിക്കും പേഴ്സണലി ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഓക്കെ. അപ്പോൾ സാറിൻ്റെ ബിസിനസ്സിൻ്റെയും സാറിൻ്റെ പേരും ഷെഫ് പിള്ളെ എന്നുള്ളൊരു ബ്രാൻഡ്. അപ്പോൾ സ്വന്തം പേരിൽ ഈ ഒരു ബ്രാൻഡ് കൊണ്ട് നടക്കുമ്പോൾ ഹൗ ഡിഫിക്കൾട്ട് ഇസ് ഇറ്റ്? ശരിക്കും ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അത് ഒരു പേഴ്സണൽ ബ്രാൻഡിങ് എന്തൊക്കെയാണെന്ന് മലയാളികൾക്ക് ഈ അടുത്ത സമയത്തൊക്കെയാണ് തിരിച്ചറിഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ കുറേ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ ഉണ്ട്. ആ ഒരു സ്വന്തം പേരിൽ ഇട്ടിട്ട് ചെയ്യുക എന്നുള്ളൊരു റിസ്ക്. ഇപ്പോൾ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാനിത് പലവട്ടം ആലോചിച്ചായിരുന്നു. ഇത് ഷെഫ് പിള്ളെ എന്ന് പറഞ്ഞൊരു പേരിൽ വരുമ്പം അത് എൻഡ് ഓഫ് ദി ഡേറ്റ്സ് ഒരു വ്യക്തിയായിട്ട് മാറും, സെയിം ടൈം അതൊരു ബ്രാൻഡായിട്ട് മാറും. അപ്പോൾ അതിൻ്റെ കുറേ ഗുണങ്ങളുണ്ട്. ഇൻ പോസിറ്റീവ് വേയിൽ കുറേ നല്ല കാര്യങ്ങളാണ്. സെയിം ടൈം അതിൻ്റെ അത്രയും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള റിസ്ക്കും ഉണ്ട്. സോ ഞാൻ പിന്നെ ഒരു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ സോഷ്യൽ മീഡിയ തുടങ്ങിയ സമയത്ത് തന്നെ ഉള്ള ഒരാളും, അപ്പോൾ അതിനകത്ത് നല്ല രീതിയിൽ ഇടപഴകുന്ന രീതിയിലാകുമ്പോൾ ആളുകളുടെ കുറേ സംഭവങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ അതിന് ഏറ്റവും ബെറ്റർ വേയിൽ നമ്മൾ അതിനെ യൂസ് ചെയ്തല്ല, അതിൻ്റെ ഏറ്റവും പോസിറ്റീവ് സൈഡിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് സംഭവമാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ആ ഒരു ബ്രാൻഡിങ്ങിനെ പേരും വ്യക്തിയും എല്ലാം ഒറ്റയിനകത്ത് കൊണ്ടുവന്നാലുള്ള കുറേ സംഭവങ്ങളുണ്ട്. അങ്ങനെയാണ് ഈ ഷെഫ് പിള്ളെ എന്നുള്ളൊരു ബ്രാൻഡിനെ ക്രിയേറ്റ് ചെയ്തത്. അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് പേരിട്ടിട്ട് രണ്ടായിട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജ് കുറേ അധികം നല്ലതായിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട്, ഫോർ എക്സാമ്പിൾ ഈവൻ ഒരു 2-2.5 വർഷം കൊണ്ട് നമുക്കിങ്ങനെ ഇത്രയും ക്രിയേറ്റീവായിട്ട് പല സ്ഥലങ്ങളിൽ മൾട്ടിപ്പിൾ സിറ്റീസിൽ റെസ്റ്റോറൻറ്റും മൾട്ടിപ്പിൾ ബ്രാൻഡ്സിലും അതുപോലെ വലിയ വലിയ കോർപ്പറേറ്റ്
ഇന്റർനാഷണൽ ബ്രാൻഡിലൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയത്. absolutely, yes. സോ അതാണ് അതിന്റെ ഒരു പേഴ്സണൽ ബ്രാൻഡിങ്. ഇപ്പൊ കുറെയൊക്കെ കേരളത്തിലുള്ള ആൾക്കാർ അല്ലെ മലയാളികളൊക്കെ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ഒരു കരിയറിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ബിൽഡ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഇതെല്ലാം ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആസ്പെക്ട് ആണ്. അപ്പോൾ ആ ഒരു പേഴ്സൺ അതിന്റെ ഒരു ആ പേഴ്സണൽ ബ്രാൻഡിങ് ആൻഡ് പ്ലസ് അതിനെ ബിസിനസ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ ബിസിനസ് ഇതിനെയും കൂടെ രണ്ടും സൈമിൾട്ടേനിയസ്ലി പ്രോപ്പർ വേയിൽ കൊണ്ടുപോകുന്നതാണ് ഇതിന്റെ ഒരു ചലഞ്ച്. യെസ്. അപ്പോ ഹലോ കൂട്ടുകാരെ എന്ന് പറഞ്ഞു തുടങ്ങുന്നത് നമ്മൾ, അതെ, നമസ്കാരം കൂട്ടുകാരെ. അപ്പൊ ആ ഒരു സോഷ്യൽ മീഡിയയിൽ ഒത്തിരി യൂസ് ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പൊ റീൽസ് ആണെങ്കിലും വ്ളോഗ്സ് ആണെങ്കിലും. സോ ഹൗ മച്ച് ഹാസ് സോഷ്യൽ മീഡിയ ഹെൽപ്ഡ് യു ഈ ഒരു ബിസിനസ് വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട്? ഭയങ്കരമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഒരു കോവിഡ് ടൈമിലാണ് ഇതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറി. പലർക്കും കോവിഡ് ടൈമിൽ ഒത്തിരി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായപ്പോൾ എനിക്കും അത് ആക്ച്വലി ഒരു വലിയൊരു പ്രോബ്ലത്തിലോട്ടാണ് ഞാനും പോയത്. ഞാൻ ജോലി ചെയ്യായിരുന്നു, ഇംഗ്ലണ്ടിൽ നിന്ന് ജോലി ചെയ്തിട്ട് കേരളത്തിലേക്ക് വരുന്നു. അവിടെ ഒരു വലിയൊരു ബ്രാൻഡിന്റെ കൾണറി ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും തിരിച്ച് UK ഒരു 10 days ഒരു പോപ്പപ്പിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്താണ് കോവിഡും ലോക്ക്ഡൌണും. ഒരു 6 മാസം ഞാൻ അവിടെ സ്ട്രക്കായി പോവുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഫാമിലി നാട്ടിലാണ്, ജോലി നാട്ടിലാണ്, എന്ന് തിരിച്ചു വരാൻ പറ്റും? ഐ എം എ ബ്രിട്ടീഷ് സിറ്റിസൺ. അപ്പൊ ഇന്ത്യയിലേക്ക് വിദേശികളെ എന്നും വരുന്നില്ല, ആ ഒരു രീതിയിലേക്ക് എത്തി. അപ്പൊ ഒരു അൺസർട്ടനിറ്റി ആണ്, എന്നാണ് വരിക? അത് 3 months ആണോ, 6 months ആണോ, 1 year ലോങ് ആണോ, ഒന്നും അറിയില്ല. അപ്പം ഒരു ഡിപ്രഷൻ മോഡിലേക്ക് പോകുന്ന സമയത്താണ് ഞാൻ അതുവരെ നോർമലി കുറച്ച് റെസിപ്പീസ്, കുറച്ച് ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ വളരെ ലൈറ്റായിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ടൈമിൽ ഒന്നും ചെയ്യാനില്ലാത്ത സമയത്ത് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തിട്ട് ഒരു സ്കില്ല് പഠിക്കുകയാണ്, എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുക. അപ്പൊ ഒറ്റയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ കുക്ക് ചെയ്ത വീഡിയോസ് ഇടുന്നു. പെട്ടെന്ന് അത് ഭയങ്കര വൈറലാവുന്നു. ആ വൈറലായ വീഡിയോസ് ഫോളോവേഴ്സ് ഒരു 70,000 ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാം വിത്തിൻ 10 daysനുള്ളിൽ അതൊരു 3 ലക്ഷമായിട്ട് മാറുന്നു. പിന്നെ ഫേസ്ബുക്കിൽ ഒരു വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഈ വീഡിയോ ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ചെയ്ത് അവിടെ തിരിച്ച് കുറെ നാൾ കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെ 500,000 ഫോളോവേഴ്സ്. അപ്പൊ അതെന്നെ ശരിക്കും നമ്മൾക്ക് അതിന്റെ ഒരു ഡാറ്റയും കൂടെ മനസ്സിലാവുമ്പോൾ അറിയാം ഇത് വളരെ നല്ലൊരു സംഭവമായിട്ട് മാറി. ഈവൻ മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്നു. അതിനകത്ത് നിന്ന് വേറെ കുറെ ബ്രാൻഡുമായിട്ട് കൊളാബറേഷൻ ഓപ്പർച്യൂണിറ്റി വരുന്നു. അപ്പൊ ഇതൊക്കെ ആ ഒരു സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എങ്ങനെ അതിനെ പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്ത് ഒരു ഫ്രീ ഓഫ് പ്ലാറ്റ്ഫോം. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ആ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ എങ്ങനെ ഫോക്കസ് ചെയ്യാം? അപ്പൊ അതിനകത്ത് ഇത്രയും വലിയൊരു ലോകത്തെ multi-billion ജനങ്ങളുടെ നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങളൊരു കണ്ടന്റ് ഇട്ടാൽ നോട്ട് ജസ്റ്റ് ബിക്കോസ് ഈവൻ ഞാൻ വളരെ ഫോക്കസ് ആയിട്ട് മലയാളത്തിൽ മാത്രമാണ് അത് സംസാരിച്ചത്. അപ്പൊ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഷെഫ് ഇംഗ്ലീഷിലാക്കി കഴിഞ്ഞാൽ വലിയൊരു ഓഡിയൻസിലേക്ക് പോകും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ ഞാൻ കരുതി ഓക്കെ, നമുക്ക് കേരളത്തിൽ നിന്നുള്ള ആൾക്കാരുടെ ഒരു ബേസ് ഉണ്ടെങ്കിൽ അവരാദ്യം മലയാളത്തിൽ അത് കേൾക്കുമ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് വരുമെന്നുള്ള ഒരു ധാരണയിലാണ് ഇങ്ങനെ ഒരു നമസ്കാരം കൂട്ടുകാരെ, സ്നേഹങ്ങൾ വാരി വിതറുന്നൊക്കെ ഒരു ടാഗ് ലൈനോട് കൂടി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പീനെ, പണ്ട് ഈവൻ കുക്കിംഗ് റെസിപ്പി ആളുകൾക്കൊക്കെ ഇഷ്ടമാണ്, കാണാനും ട്രൈ ചെയ്യൊക്കെ, അതൊക്കെ ഒരു ലോങ് വീഡിയോസ് ആണ്, 10-15 minutes. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ആളുകൾക്ക് സമയം കുറവാണ്. നിങ്ങൾക്ക് അതിന്റെ ഒരു കാതലായിട്ടുള്ള കാര്യങ്ങൾ, വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ഷോർട്ട് ടൈമിൽ കൊടുത്താൽ അതൊരു വാല്യൂ ആഡഡ് ആണ്. ആളുകളുടെ സമയത്തിന് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അപ്പം ആ ഒരു വീഡിയോ, ഒരു ഫോർ എക്സാമ്പിൾ ഒരു മീൻകറിയുടെ റെസിപ്പി 10 minute കൊണ്ട് ആളുകൾ കണ്ട് ട്രൈ ചെയ്യുന്നതിന് പകരം അത് 1 minute ചുരുക്കിയാൽ ആളുകൾക്ക് അത്രയും സമയമുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് തോട്ടൊക്കെ ഇട്ടിട്ട് കുറേ റീൽസ് ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ചെയ്യുകയും അത് ഭയങ്കര പോപ്പുലർ ആവുകയും അത് കൂടുതൽ ആളുകളിലേക്ക് എത്തപ്പെടുകയും പിന്നീട് അതിൻ്റെ ഒരു 3-4 years കണ്ടിന്യൂസ് ആയിട്ടായപ്പോൾ ഏകദേശം ആളുകൾക്കൊക്കെ നമ്മളുടെ എന്താണ് ഒരു പ്രൊഡക്റ്റ്, എന്താണ് ഒരു ഷെഫ് എന്ന നിലയിൽ, എസ്പെഷ്യലി മലയാളികൾക്ക് ഷെഫ് എന്ന് പറഞ്ഞൊരു പേര് പോലും അറിയില്ലായിരുന്നു. അവരൊരു മാക്സിമം കുക്ക് അല്ലെങ്കിൽ പാചകക്കാരൻ അല്ലെങ്കിൽ ചായയടി, പൊറോട്ടയടി, അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്ന വലിയ ഒരു ഫാഷനബിൾ ജോലി അല്ലെന്നൊക്കെ കരുതിയിരുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഭയങ്കര ഒരു ഫാഷൻ ആയിട്ടുള്ള ജോബാണ് ഷെഫ്സ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇന്ത്യയിൽ അത് അത്ര റെസ്പെക്ട് ആയിട്ടില്ല. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഷെഫ്സ് ആണ്, ഷെഫ് പിള്ളേ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പേര് കേൾക്കുമ്പോൾ അവർക്കൊരു പുതിയ സംഭവമാണ്. അപ്പൊ അവരത് കല്യാണത്തിന് ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കരുതിയെടുക്കുന്ന ഇതൊരു പ്രൊഫഷണൽ ജോബാണ്, അല്ലെങ്കിൽ ഇതിന് കുറെ ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉള്ളതാണ് എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ ഇത് പഠിക്കാൻ വരുന്ന കുട്ടികളെ പാരന്റ്സ് പോലും ആദ്യമൊക്കെ വിലക്കുമായിരുന്നു. അപ്പൊ പിന്നീട് അവർക്ക് മനസ്സിലായി ഇതൊക്കെ ഇതിനകത്ത് ഉള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ അതെല്ലാം ഇതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് മാറുകയും പിന്നീട് ഞാനത് നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യുന്നു. അത് ഭയങ്കര, ഞാൻ ആകെ ഒരു വറീഡാണ്. നമുക്ക്
അറിയില്ലല്ലോ. 30 വർഷം ജോലി ചെയ്തിട്ട് സ്വന്തമായിട്ട് ഒരു സ്ഥാപനം, എപ്പോഴും ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് ബോൾ ഗെയിം. യെസ്. ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അത് കറക്റ്റ് ആവുമോ, അല്ലെങ്കിൽ നമ്മളുടെ തോട്ട് കറക്റ്റ് ആയിട്ട് ഇട്ടിട്ട് അത് ആളുകൾ അംഗീകരിക്കൂ. ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അതാണല്ലോ വേണ്ടത്. അപ്പം എനിക്കൊരു ഹാഫ് മൈൻഡ് ആണ്, എങ്ങനെയാണെന്ന് അറിയാതെ ഒരു ഡൗട്ടൊക്കെ ഉണ്ട്. പക്ഷേ വിത്തിൻ 3-4 മന്ത്സിനുള്ളിൽ തന്നെ അത് കറക്റ്റായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യുക, ഒരു ഹ്യൂജ് സക്സസ് ആവുകയും സെക്കൻഡ് ടൈം തന്നെ മാരിയറ്റ് പോലെ ഒരു ബ്രാൻഡ് കൊച്ചിയിൽ ലേമർഡിയിൽ ഓപ്പൺ ചെയ്യുക. അതൊരു ആദ്യമായിട്ടാണ് ഉണ്ടായത്. ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ്, കേരള റെസ്റ്റോറൻറ്റ് ഷെഫ് പിള്ള എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് അതിനൊരു പ്ലേസ് തരുന്നു, അതും സക്സസ് ആവുന്നു. അതിനുശേഷം വിത്തിൻ 28 മന്ത്സിനുള്ളിൽ ഈ പറഞ്ഞ 25ഓളം റെസ്റ്റോറൻറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഡെഫിനറ്റ്ലി ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നത്, നിങ്ങൾ അതിൻ്റെ ഒരു സാധ്യതകൾ മനസ്സിലാക്കിയാൽ അത് നമ്മളുടെ ഒരു അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ചെയ്താൽ അത് പേഴ്സണൽ ലൈഫിലും കരിയറിലും എല്ലാത്തിലും, അല്ലെങ്കിൽ ഈവൻ ബിസിനസ്സിലൊക്കെ ചെയ്യാവുന്ന സാധ്യതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ ഒരു ജേണി. അപ്പം ഐ വിൽ റെക്കമെൻഡ് എവരി വൺ. അതിൻ്റെ ഒരു നല്ല സാധ്യത അതിനകത്ത് നമുക്കറിയാം. അതിനകത്ത് മോശമായിട്ടുള്ള കാര്യങ്ങളും ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം എന്താണ് ചെയ്യേണ്ടത്, എന്താണ് എൻ്റെ ബെസ്റ്റ്. ഓരോ യങ്സ്റ്റേഴ്സിനൊക്കെ എനിക്ക് പറയാനുള്ളത്, അവിടെ ഈവൻ ഒരു നമ്മൾ വിചാരിക്കും ഒരു ബാഡ് കമൻറ്റ് ഇടുന്നത് എന്താണ്, പക്ഷെ ആ ബാഡ് കമൻറ്റ്സ് ചിലപ്പോൾ ഒരു 5 years ലോങ് ടൈമിലായിരിക്കും അതിൻ്റെ ഒരു ബാഡ് ഇമ്പാക്ട് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി തരും. നമ്മൾ പോലും അറിയാണ്ട്, നിങ്ങൾക്ക് പോലും അറിയില്ല നിങ്ങൾ ഏത് പേജിൽ എന്ത് ചെയ്തു. അത് കാണേണ്ടവർ കാണുകയോ, അല്ലെങ്കിൽ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഇവൻ ഒരു ജോലിക്ക് ഒരു CV നിങ്ങളുടെ ഒരു HR മാനേജർ സെർച്ച് ചെയ്യുന്ന ടൈമിൽ അയാളുടെ ഒരു ഡിജിറ്റൽ ഹിസ്റ്ററി നോക്കും. ഇതൊക്കെ കാണുകയും അവർ ഓട്ടോമാറ്റിക്കലി അതൊക്കെ റിജക്ട് ചെയ്യുന്ന സംഭവമൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ സാധ്യതകൾ നിങ്ങൾ നമുക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് എൻ്റെ ഒരു ലൈഫ് ഇപ്പോൾ ഉള്ളത്. ആബ്സല്യൂട്ട്ലി, ആബ്സല്യൂട്ട്ലി. അപ്പോൾ സാർ ഇപ്പോൾ സെലിബ്രിറ്റി ആണ്, സെലിബ്രിറ്റി ഷെഫ്. ഓക്കെ, അപ്പോൾ ഒത്തിരി സെലിബ്രിറ്റീസിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയെ മീറ്റ് ചെയ്തിട്ട് ഒരു ഫാൻ ബോയ് മൂവ്മെന്റ് തോന്നിയ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ? അതൊന്നല്ല, ഞാൻ എനിക്കൊരു നമ്മൾ ആദ്യം നമ്മളൊരു സെലിബ്രിറ്റി ആണെന്നൊക്കെ ആളുകൾ പറയെങ്കിലും ഞാൻ ബിലീവ് നമ്മളൊരു നോർമൽ പേഴ്സൺ ആണ്. അപ്പൊ അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ഓപ്പൺ ആയിട്ട്, അല്ലെങ്കിൽ എന്റെ തലയിൽ ഞാൻ വലിയ ആനയാണ് പൂനയാണ് എന്നൊക്കെ തോന്നുന്നതൊക്കെ. ബീയിങ് എ നോർമൽ പേഴ്സൺ ആൻഡ് സീയിങ് എവരി വൺ എ ഫാൻ ബോയ് മൂവ്മെന്റ് ആണ് എനിക്ക് ഇപ്പോഴും. അപ്പൊ ആളുകളൊക്കെ നമ്മളെ അടുത്ത് ഭയങ്കര റെസ്പെക്ട് ആയിട്ട് വലിയ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ അവരും പറയുമ്പോൾ ഞാൻ എപ്പോഴും അവരെയൊക്കെ കാണുന്നത് നമ്മളൊരു ഫാൻ ബോയ് ആയിട്ട് കാണുമ്പോഴാണ് നമുക്ക് അതാണ് നമ്മുടെ ഹാപ്പിനെസ്. അല്ല, എൻഡ് ഓഫ് ദി ഡേ നമ്മൾ പേഴ്സണലി ബീയിങ് ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ട കാര്യം. അപ്പോൾ ആ സിമ്പിൾ ഹമ്പിൾ വേയിൽ പോവുകയാണ്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക്, എസ്പെഷ്യലി നമ്മൾ റോൾ മോഡലായിട്ട് ഭയങ്കര ഫാനായിട്ടുള്ള ആൾക്കാരെ കാണുക, ഇടപഴകുക, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് ഇപ്പോഴും ഞാൻ ഭയങ്കര, അത് വലുതോ ചെറുതോ എന്നല്ല, പലതരം ആൾക്കാരെ നമുക്ക് കാണേണ്ടി വരും. പലതരം സെലിബ്രിറ്റീസ്, പല മേഖല, സ്പോർട്സ് ആവാം, ഫിലിം ആവാം, അല്ലെ പൊളിറ്റീഷ്യൻസ് ആവാം, അല്ലെ ഈ ലിറ്ററേച്ചറിലൊക്കെ വർക്ക് ചെയ്യുന്ന എല്ലാവരും നമ്മളെ സംബന്ധിച്ച് അവരൊക്കെ നമ്മൾ ആരാധിച്ചിരുന്ന ആൾക്കാരെ കാണുമ്പോൾ അവർക്ക് അവരുമായിട്ട് ഇടപഴകാൻ പറ്റുന്ന ഒരു ആക്സസിബിലിറ്റി, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ആ ചെയ്തു കൊണ്ടുവന്നിരുന്ന രീതിയിൽ നോക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ഒരാളെന്നല്ല, എനിക്കത് പറയാനാണെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ വിരാട് കോഹ്ലി എന്ന് പറയുന്നത് ഭയങ്കര, ഞാനൊരു ഫാനാണ് അദ്ദേഹത്തിന്റെ. പണ്ട് തൊട്ട് കളി കണ്ടത് മുതൽ. അപ്പൊ അദ്ദേഹത്തെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ക്യാപ്റ്റനായിട്ട് അദ്ദേഹത്തിന്റെ കരിയറിന്റെ പീക്ക് ടൈമിൽ നേരിട്ട് കാണാൻ പറ്റുന്നു. 3-4 ഡേയ്സ് കൂടെ നിന്ന് വേണ്ട ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നു, പേഴ്സണലി മൊബൈൽ നമ്പർ തരുന്നു. ഇതൊക്കെ പറയുമ്പം എന്നെ സംബന്ധിച്ച് അതൊക്കെ ഭയങ്കര എൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ സാറിൻ്റെ ഫാമിലിയെ കുറിച്ച് ലൈക്ക് ഒത്തിരി ടൈം കിട്ടാറുണ്ടോ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ? ആൻഡ് ഫാമിലിയിലെ മെമ്പേഴ്സ്, മകളില്ലേ? അപ്പോൾ ഫാമിലിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. അതൊരു ഭയങ്കര ഒരു ഒരു എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം ഈ ഫാമിലി ലൈഫ്, ബിസിനസ് ലൈഫ്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ലൈഫ് എന്ന് പറയുന്നതിന്റെ ഒരു ബാലൻസിങ് ഉണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷെ ഇതിലെല്ലാം കൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സാക്രിഫൈസ് ചെയ്താലാണ് നിങ്ങൾക്കൊരു ഔട്ട് ഓഫ് ദി വെൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുക. അപ്പൊ അതൊരു പേഴ്സൺ ടു പേഴ്സൺ ഡിപ്പെൻസ്. ഓക്കെ, എനിക്ക് എൻ്റെ ഫാമിലി ഫസ്റ്റ് ആണ്, അതിൻ്റെ കൂടെ ഐ എം ഓക്കെ വിത്ത് ദിസ് ജോബ്, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് ഓക്കെ എന്ന ലെവലിലും പോവാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വേറൊരു അച്ചീവ്മെന്റ് വരുമ്പോൾ നിങ്ങളുടെ ഒരു സർട്ടൺ ടൈമിൽ നിങ്ങളുടെ ഫോക്കസ്, നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് ചെയ്യുമ്പോഴാണ് അതിന്റെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള റിസൾട്ട് വരും. അല്ലാതെ നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിസൾട്ടും, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും പറയും എനിക്ക് ഭയങ്കര അഭിനിവേശമാണ്, എനിക്ക് ഭയങ്കര പാഷനാണ്. അതെല്ലാം ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഈ പാഷനുണ്ട്. പക്ഷെ അതിന്റെ മേലെയുണ്ട്. അതിന്റെ മേലെ പോകുമ്പോഴാണ് റിസൾട്ട് വേറെ ലെവലിലേക്ക് വരിക. അപ്പം ഞാനിത് കണ്ടപ്പോൾ, ഞാൻ ഈ ഫാമിലി ഞങ്ങൾ ഒരുമിച്ച് ഇംഗ്ലണ്ടിലായിരുന്നു.
അപ്പോൾ കുട്ടികൾ ഒരു 6-7 സ്റ്റാൻഡേർഡ്. അപ്പോൾ അവരുടെ കൂടെ കുറേ നാൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. അത് കഴിഞ്ഞ് ബിസിനസ്സിലേക്ക് എത്തിയപ്പോൾ എനിക്കറിയാം, ഓരോ ബിസിനസ് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രത്യേകിച്ച് ഫുഡ് ഇൻഡസ്ട്രി, റെസ്റ്റോറൻറ്റ് ബിസിനസ് എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് യു ടു സ്പെൻഡ് 24/7. അത് ഓഫോ ഹോളിഡേയോ അതൊന്നുമില്ല. കാരണം ഇത് എവറി ഡേ ഇറ്റ്സ് എ ന്യൂ ഡേ ഇൻ റെസ്റ്റോറൻറ്റ്. നോ മാറ്റർ നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷം നല്ല ഫുഡ് കൊടുത്തു, നെക്സ്റ്റ് ഡേയിൽ ഒരു മോശമായാലും അത് വലിയൊരു ഇമ്പാക്ട് ആണ്. നമ്മൾ അതിനെ ഫോക്കസ് ചെയ്തിട്ട് തന്നെ നിൽക്കണം. അപ്പൊ ഞാൻ ഈ ബിസിനസ് തുടങ്ങിയ സമയത്ത് എന്റെ ഫാമിലിയോട് ഞാൻ പറഞ്ഞു, ഗിവ് മീ 3 years ടൈം ഫസ്റ്റ്. ഒരു ബിസിനസ് ഏതൊരു സംരംഭം തുടങ്ങുന്നതിന് ആദ്യത്തെ ഒരു മിനിമം ഒരു 3 വർഷക്കാലം അതിന്റെ ഒരു ഇനിഷ്യൽ പീരീഡ് ആണ്. അതിനെ ഒന്ന് സെറ്റ് ബേസ് ചെയ്യാനായിട്ട് മാത്രം. അതിനുശേഷമാണ് ഒരു 5 years, ദെൻ ദ 10 years ഒരു പീരീഡ് ഉണ്ട്. ഒരു ഡെക്കേഡ് കംപ്ലീറ്റ് ആകുമ്പോഴാണ് അത് ഒരു എസ്റ്റാബ്ലിഷ് ആവുകയും ഒരു ഓട്ടോ മോഡിലേക്ക് എന്തെല്ലാം ഈ ഒരു 10 years പീരീഡ് ഒരു ബിസിനസ് നടക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ചലഞ്ചസുകളെല്ലാം മനസ്സിലാവുക. ഇപ്പം ആദ്യത്തെ ഒരു 3 years എനിക്ക് വലിയ ചലഞ്ചസുകളൊന്നും വലുതായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഈ നെക്സ്റ്റ് ഒരു 5 years ടൈമിൽ പലതും സംഭവിക്കും. അപ്പോൾ അതിനെയൊക്കെ പഠിച്ച് അതിനെ നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബി റെഡി ആവുക. ആ ഒരു സാക്രിഫൈസ് ഫാമിലിയുടെ നിന്ന് കിട്ടുമ്പം അതിൻ്റെ ഓപ്പോസിറ്റ് അതിൻ്റെ റിസൾട്ട് വേറെ രീതിയിൽ അവർക്ക് കിട്ടും. അപ്പോൾ അതിനൊരു പേഷ്യൻസ് വേണം എന്നുള്ളതാണ്. അപ്പൊ അത് ഞാൻ ഫസ്റ്റ് തന്നെ അവരോട് പറയും. അപ്പൊ അവരതൊരു മോറോലെസ് അത് ആർക്കും അക്സെപ്റ്റബിൾ അല്ലെങ്കിൽ പോലും എൻ്റെ ഈ ബിസി ഷെഡ്യൂൾ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയി ട്രാവൽ ചെയ്യുന്നു, വേൾഡ് വൈഡ് റെസ്റ്റോറൻറ്റ്സ് വരുന്നു. എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ 100 റെസ്റ്റോറൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനി പോയിന്റ് ഓഫ് ടൈം. പക്ഷെ അത് വിത്തിൻ ഒരു 3 yearsൽ ഒരു 70 റെസ്റ്റോറൻറ്റ് പ്രൊജക്ട് എൻ്റെ കയ്യിൽ ആയി. അപ്പൊ അത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റ് ബിൽഡ് ചെയ്യുക, ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുക, ഒരു സ്ഥലത്ത് പോയി ആദ്യം ഒരു പ്രോപ്പർട്ടി കാണുക, അതിൻ്റെ കൊമേഴ്സിൽ സംസാരിക്കുക, അതിൻ്റെ പ്ലേസ് നോക്കുക, കൊമേഴ്സെല്ലാം എഗ്രി ആയിട്ട് പിന്നീട് അതിനെ ഡിസൈൻ ചെയ്യുക, കിച്ചൺ ഡിസൈൻ ചെയ്യുക, റെസ്റ്റോറൻറ്റിനെ ഡിസൈൻ ചെയ്യുക, പിന്നീട് മെനു ഉണ്ടാക്കുക, ടീമിനെ റിക്രൂട്ട് ചെയ്യുക, അതിൻ്റെ പോളിസി, യൂണിഫോംസ്, പ്ലേറ്റ്, കട്ട്ലറി, ക്രോക്കറി, അതിൻ്റെ ഫിനാൻഷ്യൽ സെറ്റപ്പ്. ഇറ്റ്സ് എ ലോങ് മിനിമം ഒരു റെസ്റ്റോറൻറ്റ്, ഒരു ക്വാളിറ്റി റെസ്റ്റോറൻറ്റ്, ഒരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റ്, ഒരു 100 സീറ്റ് റെസ്റ്റോറൻറ്റ് ചെയ്യാൻ ഒരു 8 to 9 months മിനിമം വേണം. അപ്പോൾ ഈ 9 മാസം എടുക്കും ഈ ഒരു പ്രോസസ്സ് ഫ്രം ദ സ്ക്രാച്ച് ടു ഫിനിഷ്. അത് പിന്നെ ബിൽഡ് ചെയ്തുണ്ടാക്കുമ്പോൾ അതിൽ കൂടുതൽ സമയമാണ്. ഇപ്പോൾ എക്സിസ്റ്റിംഗ് റെസ്റ്റോറൻറ്റ് നമ്മൾ ടേക്ക് ഓവർ ചെയ്യുകയാണെങ്കിൽ ആദ്യം ഈ കൊമേഴ്സിലൊക്കെ ചെയ്തിട്ടാണ് ഈ 8 to 9 months എന്നൊക്കെ പറയാം. അപ്പോൾ ഈ 9 മാസം കൊണ്ട് ഒരു റെസ്റ്റോറൻറ്റ് ചെയ്യുമ്പോഴാണ് 3 വർഷം കൊണ്ട് നമ്മളൊരു 30 റെസ്റ്റോറൻറ്റ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ ബിസി ആലോചിച്ച് നോക്കും. മൾട്ടിപ്പിൾ കോൾസ്, മൾട്ടിപ്പിൾ മീറ്റിംഗ്സ്, അതിൻ്റെ ഇടയ്ക്ക് സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്തിട്ട് നല്ല പ്രോപ്പർ ടീമിനെ സെറ്റ് ചെയ്യുക, അവരെ ട്രെയിൻ ചെയ്യുക, അവരെ മോണിറ്റർ ചെയ്യുക, അതിൻ്റെ കൂടെ R&D ചെയ്യുക, മെനു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അപ്പോൾ അതെൻ്റെ ബ്രെയിൻ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ എന്നെ ഹാപ്പി ആക്കാൻ വേണ്ടി എൻ്റെ ഇടയിൽ ഞാൻ ചിലപ്പോൾ സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട്, പുസ്തകം എഴുതുന്നുണ്ട്, റെസിപ്പീസ് ചെയ്യുന്നുണ്ട്, കുറേ TV ഷോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ ഇറ്റ്സ് എ ബിസി ലൈഫാണ്. അപ്പോൾ അത് ഫാമിലിയോട് പറയുകയും അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവരുടെ ഒരു സപ്പോർട്ട് ഇറ്റ്സ് ഡെഫിനറ്റ്ലി. അതില്ലായിരുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ ചിന്തിക്കും, ഓക്കെ അത് വേണ്ട, അവർക്ക് ഇതാണ് വേണ്ടതെന്നുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് പറയാനുള്ള, നിങ്ങളൊക്കെ ഒരു ബിസിനസ്സിലൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ ആ ഒരു സാക്രിഫൈസ് ചെയ്യുക. അത് എഗെയിൻ ഇറ്റ്സ് എ പേഴ്സണൽ ആയിട്ടുള്ള ഡിസിഷനാണ്. അപ്പൊ ഇതിനകത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഏർലി സ്റ്റേജിൽ നമ്മൾ അതിനെ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് അതൊരു ഓട്ടോ മോഡിലോട്ട് ഒരിക്കലും എത്തില്ല, എന്നാൽ പോലും ആസ് മച്ച് ആസ് ഒരു ഇതിലെത്തിയാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ഫാമിലി ലൈഫും ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുടെയും ബാലൻസ് ചെയ്യുന്നതിനാണ് ഇതിന്റെ ഒരു കീ. കറക്റ്റ്. അപ്പൊ ഇത്രയും സ്ട്രെസ് ഉള്ള ഒരാളാണല്ലോ, അയ്യോ കേട്ടിട്ട് എനിക്ക് തന്നെ വയ്യ. സ്ട്രെസ് ബസ്റ്റർ ആയിട്ട് എന്താണ് ഷെഫ് ചെയ്യാറ്? എനിക്ക് അങ്ങനെ നമുക്ക് ഇതൊക്കെ ഒരു സ്ട്രെസ് ഉണ്ട് എന്നുള്ളത് ഒരു 10 വർഷം മുമ്പ് ആ പേര് പോലും മലയാളികൾ കേട്ടിട്ടില്ല. ഓക്കെ, ഞാനിത് ആദ്യമായിട്ട് കേൾക്കുന്നത് ഇംഗ്ലണ്ടിൽ വെച്ചിട്ടൊക്കെയാണ്. ഇംഗ്ലണ്ടിൽ വയ്ക്കുമ്പോൾ ഫസ്റ്റ് ഒരു ക്രിക്കറ്റ് മാച്ചിന്റെ ഞാൻ ഈ സ്പോർട്സ് ഭയങ്കര ഇഷ്ടമാണ്, ക്രിക്കറ്റ് ന്യൂസ് ഒക്കെ വായിക്കും. അപ്പൊ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഈ വേർഡ് കേൾക്കുന്നത്. ട്രസ്കോത്തിക് എന്ന് പറഞ്ഞൊരു ക്രിക്കറ്റ് പ്ലെയർ ഉണ്ട്. സോ സ്ട്രെസ് റിലേറ്റഡ് ഇൽനെസ് കൊണ്ട് പുള്ളി റിട്ടയർ ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഈ സ്ട്രെസ് എന്നുള്ള, അപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു സംഭവം, ഒരു വലിയൊരു ക്രിക്കറ്റ് പ്ലെയർ, ഈസ് എ വെരി ഭയങ്കര അറ്റാക്കിംഗ് ബാറ്റ്സ്മാൻ ആയിരുന്നു. അപ്പോൾ ഇന്ത്യക്ക് അഗെയിൻസ്റ്റ് ഒക്കെ നന്നായിട്ട് കളിച്ചു. അപ്പോൾ മക്കസ് ട്രസ്കോത്തിക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ പുള്ളി സ്ട്രെസ് കാരണം റിട്ടയർഡ് ചെയ്തു എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് ഞാൻ ഇങ്ങനെ വായിക്കണം. അപ്പോഴാണ് ഈ സ്ട്രെസ് എന്നുള്ള വേർഡ് ഞാൻ ആദ്യം കേൾക്കുക. അപ്പോൾ അപ്പോൾ ഓരോരുത്തർ പറയും അവിടെ ഡ്യൂട്ടി ടൈമിൽ 40 hours ഒക്കെ മേലെ വർക്കിംഗ് അവേഴ്സ് ആണ് അവിടെ, അതിൽ മേലെ വർക്ക് ചെയ്ത് അവർക്ക് സ്ട്രെസ് ആണെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഈ വേർഡുകൾ ഇങ്ങനെ കൂടുതൽ കേൾക്കാൻ തുടങ്ങി. അന്നേരം നമുക്ക് ഈ വാക്ക് എന്താണെന്നോ ഇതെന്താണെന്നോ നമ്മൾ അറിയുന്നില്ല. അറിയാത്തൊരു കാര്യം, ഇപ്പൊ നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്, തലവേദന ഉണ്ടെന്ന് നമ്മൾ ഫീൽ ചെയ്യുമ്പോഴാണല്ലോ തലവേദന അറിയാലെ, വിശക്കുക എന്ന് നമ്മൾ അറിയുമ്പോഴാണ് നമുക്ക് ആ ഹംഗ്രി എക്സ്പീരിയൻസിലാണല്ലോ നമുക്ക് മനസ്സിലാവും. അപ്പൊ പിന്നീടാണ്
അപ്പൊ ഇതൊക്കെ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. ഇപ്പൊ അറിയാത്തടത്തോളം കാലം നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യും. പക്ഷെ ശരിക്കും സ്ട്രെസ് ഉണ്ടെങ്കിൽ അതിനെ അതിൻ്റെതായ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് എന്നെ സംബന്ധിച്ചപ്പോൾ ഇത് ഞാനും കൂടെ അറിഞ്ഞെടുത്ത ഡിസിഷനാണ് സ്വയം. ഓക്കെ, യു വിൽ ബി ബിസി, ഇതിങ്ങനെ നിന്റെ ആഗ്രഹം 100 റെസ്റ്റോറൻ്റ് ആണ്. അതൊരിടത്ത് ഇരുന്ന് സമാധാനമായിട്ട് ഫാമിലിയോടെ ചോറും മീൻകറിയൊക്കെ കഴിച്ച് റിലാക്സ് ആയിട്ട് സിനിമയൊക്കെ കണ്ടിട്ട് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിയിട്ട്. അപ്പൊ 100 റെസ്റ്റോറൻറ്റ് ഇപ്പം ചെയ്യണമെങ്കിൽ 100% നിങ്ങൾ ഗ്രൗണ്ടിലാണ്, നിങ്ങൾ ട്രാവൽ ചെയ്യണം, അത് ചെയ്യണം, എല്ലായിടത്തും പോകണം, മീറ്റിംഗ്സ് പോകണം, പ്രോബ്ലംസ് ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ ഇതിനെ ഫേസ് ചെയ്യണം, ടീമിനെയൊക്കെ സെറ്റ് ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ആണ്. സോ അവിടെ അപ്പൊ പിന്നെ ആ സ്ട്രെസ് നമ്മുടെ ഒരു ഫാക്ടർ ആവില്ല. ഓക്കെ. സോ അത് നമ്മളെ ആദ്യം തന്നെ നിങ്ങൾ നമ്മുടെ ബ്രെയിനിനോട് പറയാണ്, ഞാൻ ഇനി പോകുന്ന നെക്സ്റ്റ് 3 years ഈ ഫേസിലാണ്, ആർ യു റെഡി? അത് വേറൊരാളല്ല, നമ്മൾ സ്വയം ചോദിക്കുകയാണ്. ഞാൻ എന്നോട് തന്നെ ചോദിക്കുമ്പോൾ എൻ്റെ ബോഡി അല്ലെങ്കിൽ എൻ്റെ ബ്രെയിൻ പറയാണ് യെസ് യു ഗോ. ചിലപ്പോൾ അതിൻ്റെ ഫാറ്റിക് ഉണ്ടാവും, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ നമുക്കപ്പോൾ അതൊരു ജോലിയായിട്ട് തോന്നുന്നില്ല. നമ്മൾ ഇതിനകത്ത് കൂടുതൽ എത്രയോ ടയർഡായിട്ടുള്ള ദിവസമുണ്ട്, ബാക്ക് ടു ബാക്ക് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇതേപോലെ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ. പക്ഷെ നമ്മളെ അതിന് മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ ആ ഗോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്സ് ആണ്. അപ്പോൾ എപ്പോഴും ഒരു കാര്യം മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാകാതെ വെറുതെ ഒരു ലക്ഷ്യമില്ലാതല്ലല്ലോ വരുന്നിടത്ത് വെച്ച് കാണുക എന്നൊക്കെ ഉള്ളത് ഒരു റിയലിസ്റ്റ്. നിങ്ങളൊരു മെച്ചുവർ ആയി കഴിയുമ്പോൾ ലൈഫിൽ ഒരു സർട്ടൺ പോയിന്റിൽ എത്തുമ്പോൾ നമ്മളുടെ ഡിസിഷൻസ് ഒക്കെ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് 100% ആക്യുറൻസി ഒരിക്കലും കിട്ടില്ല. മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്ത റിസ്കുകളൊക്കെ മനസ്സിലാക്കിയിട്ട് യു ക്യാൻ ടേക്ക് ഡിസിഷൻ ആൻഡ് യു ക്യാൻ വർക്ക്. ഈവൻ സംഭവിച്ചാൽ നല്ലത്, സംഭവിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലാൻ ബി ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്കറിയാം ഇതിങ്ങനെയാണ് ഒരു ഗോള് സെറ്റ് ചെയ്യുന്നു, ആ ഗോളിന് വേണ്ടിയിട്ട് ഇത്ര എഫർട്ട് എടുക്കേണ്ടി വരും. ആ എഫർട്ട് എടുക്കാൻ നമ്മൾ മെന്റലി ഫിസിക്കലി പ്രിപ്പയർഡ് ആണെന്ന് സ്വയം തിരിച്ചറിയണം. അത് ആരുടെയും ഒരു ഔട്ട്സൈഡ് ഫോഴ്സിന്റെ ബലത്തിലാവരുത് നമ്മുടെ ഡിസിഷൻസ്. ഓക്കെ, ഇത് ചെയ്യാം, ഒരു ഹാഫ് ഡൗട്ട് പോയാൽ പോട്ടെ, നമ്മൾ പക്ഷെ ചെയ്യുകയാണ്. ചെയ്തിട്ട് റിസൾട്ട് വരുമോ വരത്തില്ലയോ അത് ഇറവലന്റ്. നമ്മൾ എഫർട്ടാണ് ഫസ്റ്റ്. എഫർട്ട് കറക്റ്റ് ആയിട്ട് വരുമ്പോൾ റിസൾട്ട് കറക്റ്റ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. വെരി മോട്ടിവേറ്റിംഗ്. ഇനിയിപ്പോ ഓണം വരെയല്ലേ? അതെ. അപ്പോ ഞാൻ ഓൾറെഡി കേട്ടിട്ടുണ്ട് ഈ ഓണസദ്യയില് എങ്ങനെയാ വിളമ്പേണ്ട രീതി ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് നേരിട്ട് ഒന്നും കൂടി കേൾക്കണം. പറയാമോ? ഓണം അത് ഞാൻ തിരുവിതാംകൂർ ഭാഗത്താണ്, കൊല്ലം. അപ്പോൾ നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഇവിടെ വേറെ ജനിച്ചു വളർന്നുകൊണ്ടാണ് ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ട്രാവൻകൂർ, നമ്മുടെ സെൻട്രൽ കേരള, പിന്നെ ഒരു മലബാർ, ഈ 3 റീജിയനിലാണ് കേരളം എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ എല്ലായിടത്തും ഓണം ആഘോഷിക്കുന്നത് ഈ 3 റീജിയനിലും ഓണത്തിന്റെ ഭക്ഷണം വിളമ്പുന്ന രീതി, കറികള് ഇതൊക്കെ വ്യത്യാസമാണ്. അപ്പോൾ ട്രഡീഷണലി ഇപ്പോൾ ഒരു ട്രാവൻകൂർ റീജിയനിലാണ് ഇതിന്റെയൊക്കെ ഒരു ഡിസിപ്ലിൻ വേ ഓഫ് SOPs ഉണ്ട്. അപ്പൊ ഈവൻ SOP തെറ്റിയാൽ തന്നെ വലിയ വഴക്കൊക്കെ നടക്കുന്ന ബഹളം അടിയൊക്കെ ഉണ്ടായിരുന്നു കല്യാണത്തിനൊക്കെ. ആ കറി വിളമ്പുന്ന പൊസിഷൻ മാറിയാൽ അല്ലെങ്കിൽ ആ കൊടുക്കുന്ന കോഴ്സ് തെറ്റിയാൽ ദേ ഡോണ്ട് അക്സെപ്റ്റ്. ഇപ്പോഴും പാലിക്കുന്ന സ്ഥലമാണ് ഈ കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട റീജിയനിലെ സദ്യ. അതിന് പന്തി എന്നാണ് പറയുക, അല്ലെ കളരി എന്നൊക്കെ പറയും. ആ കളരിക്ക് അത് ഇലയിൽ ഏത് ഭാഗത്തായിരിക്കണോ ആ കറി. ഇവൻ ആ ഓർഡർ തെറ്റിയാൽ ദേ വിൽ ക്വസ്റ്റ്യൻസ്. ഇവന്റെ ചോറിന്റെ കറികൾ മാറിയ ക്വസ്റ്റ്യൻ. പക്ഷെ അത് മലബാർ റീജിയനിലോട്ട് പോയി അതൊന്നും വലിയ ഇമ്പോർട്ടന്റ് അല്ല. സോ ദേ ഹാവ് ടു ഹാവ് എ സദ്യ, കുറെ കറികൾ വേണം, പായസം വേണം എന്നൊക്കെ ഉള്ളൂ. പായസം ഏത് സമയത്ത് സെർവ് ചെയ്യണം? ഫസ്റ്റ് ശർക്കര പായസം ആണെങ്കിൽ അത് ഫസ്റ്റ് റൗണ്ട് ആണ്, സെക്കൻഡ് മിൽക്ക് ആണെങ്കിൽ സെക്കൻഡ് ആയിരിക്കണം, ഫ്രൂട്ട് ബേസ്ഡ് പായസം ആണെങ്കിൽ തേർഡ് ആയിരിക്കണം. ഇങ്ങനെയുണ്ട്. ഇഞ്ചി ഏത് സൈഡിൽ വിളമ്പണം, അവിയൽ രണ്ടാമത് സെക്കൻഡ് റൗണ്ട് സെർവ് ചെയ്യണം, അല്ലെങ്കിൽ പ്രഥമൻ കൊടുക്കുമ്പോൾ അതിനോട് നാരങ്ങ അച്ചാർ വീണ്ടും സെർവ് ചെയ്യണം. പരിപ്പ് കൊടുത്താൽ ദ സ്പോട്ടിൽ തന്നെ പപ്പടത്തിന്റെ കൂടെ കഴിക്കാനായിട്ട് നെയ്യ് ഡ്രോപ്പ് ചെയ്തിരിക്കണം, ആ മൊമെന്റിൽ തന്നെ വരണം. ഇതെല്ലാം ആ ഓർഡറാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു സിസ്റ്റം എത്രയോ വർഷം മുമ്പ് ഇവർ ക്രിയേറ്റ് ചെയ്തതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുന്നത്. കാരണം ആദ്യം തന്നെ തൊടുകറികൾ, ഈ നമ്പർ ഓഫ് തൊടുകറികൾക്ക് സിംഗിൾ ഡിജിറ്റ് ആയിരിക്കണം എപ്പോഴും. 7 കൂട്ടം, 9 കൂട്ടം, 11 കൂട്ടം തൊടുകറി എന്നാണ് പറയാ. അപ്പോൾ ഏതൊരു നിങ്ങളുടെ വീട്ടിലുണ്ടാക്കിയാലും അങ്ങനെയൊക്കെയാണ് പറയാ. പച്ചടി, കിച്ചടി, അവിയൽ, തോരൻ, കൂട്ടുകറി, അങ്ങനെ എരിശ്ശേരി, ഇഞ്ചി, നാരങ്ങ, മാങ്ങ, അങ്ങനെയൊക്കെയുള്ള കറികളുണ്ടല്ലോ. അതിന്റെ എണ്ണം ആണ് ഈ സിംഗിൾ ഡിജിറ്റിലായിരിക്കണം. അപ്പൊ ഈവൻ ദ കറീസ് ഓൾസോ സിംഗിൾ ഡിജിറ്റ് ആയിരിക്കണം എന്നാണ് പറയാ. അപ്പൊ ഫസ്റ്റ് നമ്മൾ 9 കൂട്ടം തൊടുകറി, ബേസിക്കലി ഒരു നൈസ് സദ്യ മിനിമം യൂണിയുടെ 9 കറീസ് തൊടുകറി. അതിനകത്ത് അവിയൽ കമ്പൽസറി ആണ്, തോരനുണ്ട്, പച്ചടി ഉണ്ടാവും, കിച്ചടി ഉണ്ടാവും, അതുപോലെ കൂട്ടുകറി ഉണ്ടാവും, എരിശ്ശേരി ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള കറികൾ, ഉപ്പ്, പിന്നെ ഇഞ്ചി, പുളിയിഞ്ചി, മലബാറിൽ പുളിയിഞ്ചി ആയിരിക്കും, തെക്കോട്ട് ഇഞ്ചി കറി ആയിരിക്കും, പിന്നെ നാരങ്ങ, കടുമാങ്ങ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് വന്നു. അതിന്റെ സൈഡിൽ ശർക്കര പുരട്ടി, ഉപ്പേരി, പഴം, പപ്പടം, സെപ്പറേറ്റ് ഒരു സ്റ്റാർട്ടർ, ഒരു അമ്യൂസ് ബിഷു പോലെ ഉണ്ടാവും. പിന്നെ ഫസ്റ്റ് കോഴ്സ് ആള് വന്നിരുന്നു കഴിഞ്ഞാൽ ചോറ് വിളമ്പുക.
ചോറ് ഒരു 60 ഡിഗ്രി എബോ ചൂടായിരിക്കണം. ആ ടെമ്പറേച്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് സെയിം ടൈം പരിപ്പ് കറി വന്ന് വിളമ്പണം. അത് മലബാറിലാവുമ്പോൾ പരിപ്പ് കറി തൊടുകറിയായിട്ട് ഇലയിലാണ് വിളമ്പുക. ഇത് ചോറിനകത്ത് ഒഴിക്കുന്നു. അതിന് ഫോളോയിങ് ആയിട്ട് വന്ന് യു ഹാവ് ടു ഡ്രോപ്പ് ദ ഗീ. ഓക്കെ. ഫസ്റ്റ് കോഴ്സ് യു ഹാവ് ടു ഈറ്റ് വിത്ത് പപ്പടമായിട്ട് പപ്പടം പൊട്ടിച്ച് പരിപ്പും നെയ്യും കൂടെ ഒരു 4 ഉരുള കഴിച്ചിട്ട് ബാക്കി ചോറ് മാറ്റി വെക്കുന്നു. ഇമ്മീഡിയറ്റ്ലി സാമ്പാർ വരണം. ആ ടൈമിംഗ് ഭയങ്കരമാണ്. അപ്പൊ പരിപ്പ് കറി കഴിച്ച് പപ്പടമായിട്ട് ഒരു 4 5 ഉരുള കഴിക്കുമ്പോൾ ഫസ്റ്റ് കോഴ്സ് ആയി. ദാറ്റ് ഈസ് എ ഫസ്റ്റ് കോഴ്സ് ടേസ്റ്റിംഗ് മെനു ആണ് ആക്ച്വലി. അത് കഴിയുമ്പോൾ സാമ്പാർ വരുന്നു. സാമ്പാറും കൂട്ടി ചോറ് കഴിക്കുമ്പോൾ അതിന്റെ ഇടയിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട തൊടുകറികളൊക്കെ കഴിക്കാം. സോ ഇഞ്ചിക്കറിയൊക്കെ ലാസ്റ്റ് ആണ് ആക്ച്വലി വെക്കുക. പ്രഥമന്റെ ഇടയ്ക്ക്. അപ്പൊ അതിന്റെ ഇടയിൽ അവിയൽ കഴിക്കും, തോരൻ കഴിക്കും, തൈരിന്റെ പച്ചടി കഴിക്കും. ഇതൊക്കെ കഴിച്ച് സാമ്പാറൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന ചോറുണ്ടെങ്കിൽ നമ്മൾ സൈഡിലോട്ട് മാറ്റി വെക്കുകയാണ്. പിന്നീടാണ് പ്രഥമൻ. ഫസ്റ്റ് അടപ്രഥമൻ, അത് ശർക്കരയും തേങ്ങാപ്പാലും ചേർത്ത പായസമായിരിക്കും. അടപ്രഥമൻ കുറച്ച് പഴം എടുത്തിട്ട് അത് കഴിക്കും. അത് കഴിഞ്ഞ് സെക്കൻഡ് മിൽക്ക് ബേസ് പായസം, ഇതർ പാലടയും ബോളിയായിട്ടായിരിക്കും, അല്ലെ വെർമിസിലി പായസമായിരിക്കും. പിന്നെ തേർഡ് പായസം ഉണ്ടെങ്കിൽ ലക്ഷറി ഒക്കെ സദ്യ ആണെങ്കിൽ തേർഡ് 4 ഒക്കെ ആയിട്ടുണ്ട്. ദെൻ ദറ്റ് പൈനാപ്പിൾ ആയിരിക്കാം, അല്ലെ കടല ആയിരിക്കാം, അല്ലെ പരിപ്പായിരിക്കാം. അങ്ങനെയാണ് എൻ്റെ ഒരു കോഴ്സ്. അത് കഴിഞ്ഞ് പായസം കുടിച്ചിട്ട് വീണ്ടും ആ ലെഫ്റ്റ് ഓവർ റൈസിനെ സെന്ററിലോട്ട് മാറ്റും. അല്ലെങ്കിൽ ദ ന്യൂ സെർവിങ് റൈസ് വിൽ കം ഓട്ടോമാറ്റിക്കലി. അതിൻ്റെ കൂടെ പുളിശ്ശേരി അല്ലെങ്കിൽ കാളൻ കൂട്ടിയാണ് കഴിക്കുക. അത് കഴിച്ചിട്ട് പിന്നെ റൗണ്ട് ഓഫ് രസമാണ് വരിക. ആ രസം കൂട്ടി ഒരു 2 ഉരുള കഴിച്ച് അവസാനം ബട്ടർ മിൽക്ക് മോര് കൊണ്ടുവരും. മോര് കൊണ്ടുവന്ന് കയ്യിൽ ഒഴിച്ചിട്ട് കയ്യിലൊരു കുമ്പിളിൽ കുടിച്ചിട്ട് എൻ്റെ ബാക്കി യു ഡ്രോപ്പ് ഇറ്റ് ബാക്ക്. എന്നിട്ട് അത് ഫിനിഷ് ചെയ്തിട്ട് ആ ഇഞ്ചിയൊക്കെ കഴിഞ്ഞ് എല്ലാം കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു കംപ്ലീറ്റ് സദ്യ. അങ്ങനെയാണ് സദ്യ ശരിക്കും കഴിക്കേണ്ടത്. അപ്പൊ ആ ഒരു സദ്യയൊക്കെ കഴിച്ചാൽ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അല്ലാതെ നമ്മള് ഫസ്റ്റ് സാമ്പാർ കൂട്ടി കഴിക്കുക. ആക്ച്വലി ഈ സദ്യ കഴിക്കാനുള്ള ഒരു രീതി, അത് പ്രോപ്പർ ആയിട്ട് കഴിച്ചാൽ നമുക്ക് ഇൻഡൈജഷൻ വരില്ല. നമ്മൾ പ്രോപ്പർ ആയിട്ട് കഴിക്കാത്തോണ്ടാണ് നമുക്ക് ഈ ഇൻഡൈജഷൻ പ്രശ്നങ്ങൾ വരുന്നത്. ഒരുമിച്ച് പറ്റുന്നുണ്ട്. അത് ഡിസൈൻ ചെയ്തതാണ് 100 വർഷങ്ങൾക്കൊക്കെ മുമ്പേ. അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം വീഗൻ. ലോകമെമ്പാടും ഇങ്ങനെ അമേരിക്കൻ എന്നൊക്കെ ഇങ്ങനെ വന്ന് ഒരു 10-20 ഇയേഴ്സ് മുമ്പ് വന്നു. ഇപ്പൊ അത് പോപ്പുലർ ആയിട്ട് ചില ആൾക്കാർ ഒരു 2 months ഐ വിൽ ബി വീഗൻ എന്നൊക്കെ പറയും. ചില പെർമനന്റ് വീഗൻ എന്ന് പറഞ്ഞാൽ ആനിമലിന്റെ ഒരു പ്രൊഡക്റ്റ്, ഈവൻ തേൻ പോലും ഉപയോഗിക്കില്ല. അങ്ങനെ നോക്കുന്നവർക്ക് ഈ പുതിയ ക്വിസിനൊന്നുമില്ല, എല്ലാം റീക്രിയേറ്റ് ചെയ്യാണ്. ബേസിക്കലി ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ ഡയറി പ്രൊഡക്റ്റ് ഇല്ലാത്തൊരു ഫുഡ് ഇല്ല, അല്ലേ? ഗീ, ബട്ടർ, ഇത് അവരുടെ ഒരു മെയിൻ സാധനമാണ്. അപ്പൊ അതൊക്കെ കളഞ്ഞിട്ട് ഒരു പുതിയൊരു നോർത്ത് ഇന്ത്യൻ ക്വിസിൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു സോൾ ഇല്ലാത്ത സംതിങ് ആണ്. പക്ഷെ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഫുഡ് 100 years ago ഇറ്റ്സ് ഓൾ വീഗൻ. അവിയലിനകത്ത് തൈര് വേണമെങ്കിൽ ഇല്ലാണ്ട് അവിയൽ നന്നായിട്ട് ഉണ്ടാക്കാം. സാമ്പാറിനകത്തില്ല, തോരനകത്തില്ല, കൂട്ടുകറിക്കകത്തില്ല, എരിശ്ശേരിക്കകത്തില്ല. ആകെ ഉള്ളത് പ്രഥമനകത്ത് നെയ്യ് ഇല്ലെങ്കിലും കോക്കനട്ട് ഓയിൽ ആയാലും ഇറ്റ്സ് ഓക്കെ. ഡസന്റ് മേക്ക് ബിഗ് ഡിഫറൻസ്. അപ്പം ഡയറി പ്രൊഡക്ട്സ് ഇല്ലാത്ത ഒറിജിനലി ഓതന്റിക് ക്വിസിനാണ് ഈ വീഗൻ. ഇപ്പോൾ ഒരു അമേരിക്കൻ ഒരു വീഗന്റെ അടുത്ത് പറയാണ്, നിങ്ങൾ കേരളത്തിൽ വന്നിട്ട് സദ്യ കഴിച്ചു നോക്കൂ, ഇത് നൂറ്റാണ്ടുകളായിട്ടുള്ള ഒറിജിനൽ ഫുഡാണ്. അല്ലാതെ അവർക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഡയറി പ്രൊഡക്ട്സ് ഇല്ലാതെ, ബട്ടർ ഇല്ലാതെ, ഗീ ഇല്ലാതെ, ഇനിയിപ്പോ പനീർ ബട്ടർ മസാല, ഇപ്പൊ പനീർ ഇല്ലല്ലോ, പനീർ ഓൾറെഡി മിൽക്ക് പ്രൊഡ്യൂസ് ആണ്. അപ്പൊ അവരുടെയൊക്കെ ആലോചിച്ച് നോക്കാം, അത്രയും വർഷം മുമ്പേ നമ്മുടെ കേരളത്തിലെ സദ്യ എന്ന് പറഞ്ഞാൽ വീഗൻ ആണ് മെജോറിറ്റി ഡിഷ്. ആകെ പച്ചടി കിച്ചടിയിൽ തൈര് മാറ്റിയാൽ നിങ്ങൾ തോരൻ എടുക്കൂ, കൂട്ടുകറി എടുക്കൂ, എരിശ്ശേരി എടുക്കൂ, സാമ്പാർ എടുക്കൂ, ഇതിനകത്ത് ഒന്നുമില്ല. അപ്പൊ അവർക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും ഭയങ്കര പ്രത്യേകത ഉള്ളതാണ് നമ്മുടെ ഈ സദ്യ എന്ന് പറയുന്നത്. ഓ മൈ ഗോഡ്, ഇത് പുതിയ ഞാൻ ഇതെ കുറിച്ച് ചിന്തിച്ചില്ല. എന്റെ മൈൻഡ് ഇങ്ങനെ അപ്പൊ ഇത്രയും ഏറ്റവും വലിയ എനിക്ക് രസം എന്ന് വെച്ചാൽ ഈ സദ്യയുടെ തോന്നിയത്, നമ്മൾ ഇംഗ്ലണ്ടിലൊക്കെ ജോലി ചെയ്യുമ്പോൾ വലിയ വലിയ മിഷലിൻ സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ 4 course മെനു, 5 course മെനു, 7 course മെനു എന്നൊക്കെ പറഞ്ഞ് കാണും. അപ്പോൾ അത് വലിയ എക്സ്പെൻസീവ് ആയിട്ട് ഷെഫ്സിന്റെ ക്രിയേറ്റീവ് ടേസ്റ്റിംഗ് മെനു ആണ്. അതൊക്കെ നമ്മൾ എത്രയോ വർഷം കഴിഞ്ഞ് അവിടെ പോയപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ ഞാൻ ഈ സദ്യനെ പാക്കും ഇതൊക്കെ കഴിഞ്ഞ് ഈ പ്രോസസ്സൊക്കെ ആയിട്ട് എന്റെ ബ്രെയിനിൽ നോക്കുമ്പോൾ ഇതും ഒരു കോസ്റ്റ് ബൈ. അപ്പൊ ആദ്യം ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ ആദ്യം അമ്യൂസ് ബ്യൂഷൻ എന്ന് പറഞ്ഞൊരു സാധനം തരുന്നത് ഫസ്റ്റ്. അത് കഴിഞ്ഞ് ഫസ്റ്റ് കോഴ്സ്, സെക്കൻഡ് കോഴ്സ്, ഫിഷ് കോഴ്സ്, ദെൻ ദ മെയിൻ കോഴ്സ്, ദെൻ ദ ഡെസേർട്ട്, ദെൻ ദ ടീ കോഫി, ഇങ്ങനെ 7, 8 വിച്ച് എവർ കോഴ്സ് ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇപ്പൊ നമ്മുടെ സദ്യ നോക്കും, ആദ്യം ഇലക്കകത്ത് എല്ലാം ഇരിക്കാണ്. അമ്യൂസ് ബ്യൂഷ് ആയിട്ട് ആ ശർക്കര വരട്ടിയും ചിപ്സും കഴിക്കുന്നു. ഫസ്റ്റ് നിങ്ങൾക്ക് ചോറും പരിപ്പും നെയ്യും കൂടെ ഒരു ഫസ്റ്റ് കോഴ്സ് സ്റ്റാർട്ടർ കൈൻഡ് ഓഫ് തിങ്. Then side you have lots of side. Then the main course, സാമ്പാറും ചോറും ഒരു മെയിൻ കോഴ്സ് ആണ് ആക്ച്വലി in a vegetarian concept. Correct. Then there will be a dessert, then following by another course of ചോറ് പുളിശ്ശേരി, ചോറ് രസം, ചോറ് ബട്ടർ മിൽക്ക്.
അതെ. അപ്പൊ ആക്ച്വലി ഒരു 8 കോഴ്സ് വിത്ത് ലോട്ട്സ് ഓഫ് ഡിഫറെന്റ് കളർ അല്ലേ, എന്തുമാത്രം വൈവിധ്യം. സദ്യയുടെ വേറെ നിങ്ങൾക്ക് അറിയില്ല എന്നല്ല, ബഹളായോണ്ടാണ് ഒന്നുകൂടെ പറയുന്നത്. ഓക്കെ. ആക്ച്വലി നമ്മുടെ സദ്യയുടെ രുചി എന്ന് പറഞ്ഞാൽ 6 രുചിയാണ്. ഇപ്പൊ മ്യൂസിക്കിനെ കുറിച്ച് കേട്ടില്ലേ, 7 രാഗം. അതെ. രുചിക്കും 6 എണ്ണമാണുള്ളത്. ഉപ്പ്, മധുരം, എരിവ്, പുളി, കയ്പ്, ചവർപ്പ്. കേട്ടിട്ടുണ്ടോ ചവർപ്പ് എന്ന്? കേട്ടിട്ടുണ്ടോ? ചവർപ്പെന്ന് വെച്ചാ ഒരു ടേസ്റ്റ് ആണ് ആക്ച്വലി. സി, പാവയ്ക്ക് കയ്പാണ്, പാവയ്ക്ക കയ്പ്പ്. ഇഞ്ചിക്ക് ചവർപ്പാണ്. യു നോ ദ ഡിഫറൻസ് നൗ. ഓക്കെ. ഇഞ്ചി പെട്ടെന്ന് കടിക്കുമ്പോ എന്താണ് തോന്നുക? ആ ഒരു സോർ, പക്ഷെ എന്നാലൊരു സോറല്ല, അതെ അതെ അതെ, പാവയ്ക്ക കഴിക്കുമ്പോ കയ്പ്. കയ്പ്പ് കയ്പ്പ്. അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ മിക്സ് ഓഫ് ടേസ്റ്റ് ആണ് നമ്മുടെ പ്രോപ്പർ സദ്യ. ഓക്കെ. ഉപ്പുണ്ട്, പുളിയുണ്ട്, എരിവുണ്ട്, മധുരമുണ്ട്, കയ്പുണ്ട്, ചവർപ്പുണ്ട്. അപ്പൊ ഈ എല്ലാ 6 രുചിയും കൂടെ ഒരുമിച്ച് ഒരു ഫീസ്റ്റിലാവുമ്പോഴാണ് നമ്മൾ കംപ്ലീറ്റ്ലി അതൊക്കെ ജസ്റ്റ് ഇമാജിൻ എത്രയോ വർഷം മുമ്പ് ഡിസൈൻ ചെയ്തത്. അതെ, കറക്റ്റ്, സോ ട്രൂ. കേട്ടിട്ട് തന്നെ എനിക്ക് വയറു നിറഞ്ഞു. അപ്പൊ ഷെഫിന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാണ്? എനിക്ക് അങ്ങനെ അത് തന്നെയാണ് ഒരു ബീങ് എ ഷെഫ്. ട്രാവൽഡ് അലോട്ട് വിത്ത് ഒത്തിരി മിഷലിൻ സ്റ്റാർ ഷെഫ്സിൻ്റെ ഒക്കെ വർക്ക് ചെയ്ത് കുറെ നല്ല റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി, കുറെ രാജ്യങ്ങളിൽ പോയി, നല്ല ഹോട്ടലിലും റെസ്റ്റോറൻറ്റിലും വീടുകളിലൊക്കെ പോയി പലതും കഴിച്ച ഒരാളെന്ന നിലയിൽ ഇപ്പൊ അങ്ങനെ എനിക്ക് ഫുഡ് ഒരു ചരിത്രമുണ്ട്. ഇപ്പൊ ഒരു കൺട്രിയിൽ, ഒരു സ്റ്റേറ്റിൽ ഇപ്പോൾ നമുക്ക് ആദ്യം ഭയങ്കര വേർഡായിട്ട് തോന്നും, ചിലടത്ത് പോകുമ്പോൾ ഭയങ്കര നല്ലതായിട്ട് തോന്നും. അത് അവിടുത്തെ കൾച്ചറാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കേരളത്തിലെ ഭക്ഷണം ആദ്യമായിട്ട് പെട്ടെന്ന് ഒരു ലാറ്റിൻ അമേരിക്കൻ ഒരാളെ കൊണ്ടുവന്ന് കഴിച്ചാൽ ചിലപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതുപോലെ തിരിച്ചു. അപ്പൊ അതുകൊണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട, റെസ്പെക്ട് ചെയ്യേണ്ടത് ഏതൊരാളുടെ കൾച്ചറും അവിടുത്തെ ആ നാട്ടിലെ ചുറ്റുപാടനുസരിച്ചിട്ട് അവിടെ ലോക്കലി പ്രൊഡ്യൂസ് ആവുന്ന പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ഫുഡ് ഡെവലപ്പ് ആയിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ തേങ്ങ എന്തുകൊണ്ടാണ്, തെങ്ങ് ഒരുപാട് സുലഭമാണ്, ഒരുപാട് തേങ്ങ വന്നു ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫുഡിനകത്ത് മൊത്തം തേങ്ങ വന്നു. അത് പല ടെക്സ്ചറിൽ, തേങ്ങ പാല് വെച്ചുകൊണ്ട്, തേങ്ങ അരച്ചതുണ്ട്, തേങ്ങ വറുത്തിടുന്നുണ്ട്, തേങ്ങ കൊത്തായിട്ട് ഇടുന്നുണ്ട്. ഇതെല്ലാം ഡിഫറെന്റ് ടേസ്റ്റും ടെക്സ്ചറുമാണ് അല്ലേ? നിങ്ങൾക്കറിയാലോ, ഇപ്പം ഒരു വറുത്തരച്ച കോഴിക്കറിയുടെ രുചിയല്ല തേങ്ങാപ്പാൽ ഒഴിച്ച മീൻകറിയുടെ രുചി അല്ലേ? അവിയലിന്റെ തേങ്ങ ഇടുന്ന രുചിയല്ല കൂട്ടുകറിക്കകത്ത് തേങ്ങ വറുത്തിടുന്ന രുചി അല്ലേ? ഒരു പായസത്തിനകത്ത് തേങ്ങ നെയ്ക്കകത്ത് വറുത്തിടുന്ന രുചിയല്ലല്ലോ. തേങ്ങയ്ക്ക് തന്നെ ഒരു ഇൻഗ്രീഡിയന്റിനെ ഏതെല്ലാം രീതിയിലാണ് നമ്മൾ മാറ്റുന്നത്. അതുപോലാണ് ഓരോ സ്ഥലത്തെ ക്യൂസിൻ. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ഭക്ഷണവും ഇഷ്ടമാണ് ഭയങ്കര. പേഴ്സണൽ ഫേവറേറ്റ് ഡെഫിനറ്റ്ലി ആസ് എ മലയാളി നമ്മൾ വീട്ടിൽ കൊച്ചുനാൾ മുതലേ കഴിച്ചുകൊണ്ട് എനി മൊമെന്റ് നമ്മുടെ കംഫർട്ട് ഫുഡ് എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു അപ്പവും മുട്ടക്കറിയും കിട്ടി എന്റെ ഹാപ്പിനെസ് ആണ്. ഉച്ചയ്ക്ക് നല്ലൊരു ചോറ്, ഒരു മീൻകറി, ഒരു ഇച്ചിരി അവിയൽ, തോരൻ, അല്ലെങ്കിൽ ഒരു പൊരിച്ച മീനും ഇച്ചിരി അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി. രാത്രി ഇതുപോലൊക്കെ തന്നെ അതാണ്. പിന്നെ എല്ലാത്തരം ക്വിസിനും ഇഷ്ടപ്പെടുക എന്നുള്ളത്, ഇപ്പം ഭക്ഷണത്തിനെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇതൊരു പഴയ ചരിത്രം ഉണ്ടെന്ന രീതിയിൽ അതിനെയൊക്കെ മനസ്സിലാക്കുകയും അതിനെ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും അത് കഴിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ. ഇപ്പൊ ഷെഫ് കുറെ സ്ഥലങ്ങളിൽ ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ, ഐ മീൻ ഔട്ട് ഓഫ് കേരള. അപ്പോ ഈ സദ്യയിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാ കണ്ടിട്ടുള്ളത്, ലൈക്ക് സ്പെസിഫിക് ആയിട്ട്? ബേസിക്കലി ഇപ്പോൾ ആണ് ഈ സദ്യയുടെ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസിന്റെ അവൈലബിലിറ്റി വെച്ചിട്ട് പല സ്ഥലത്തും പല രീതിയിലും ടേസ്റ്റ് ഒക്കെ മാറുന്നുണ്ടല്ലോ. നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഇത് പ്രോപ്പർലി കേരള ഡിസൈൻഡ്, കേരള ലോക്കൽ സാധനമാണ്. അപ്പൊ ചേന, ചേമ്പ്, കാച്ചില് അങ്ങനെയുള്ള റൂട്ട് വെജിറ്റബിൾസ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. കുറേ പച്ചക്കറികൾ നമ്മളുടെ തന്നെ നാട്ടിലെ മത്തങ്ങ, പീച്ചിങ്ങ, വെണ്ടയ്ക്ക, അമരയ്ക്ക, ആ നാട്ടിലെ സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത്. ആക്ച്വൽ നമ്മളത് കഴിച്ചിട്ടുണ്ട്, നമുക്ക് അതിന്റെ ഒരു പെർഫെക്ഷൻ അറിയാം. ഓക്കെ, സാമ്പാറിനകത്ത് ഇത്ര അമരയ്ക്ക വേണം, ഇത്ര വെണ്ടയ്ക്ക വേണം, ഇത്ര വഴുതനങ്ങ വേണം, ഇത് ഏത് സമയത്ത് ബോയിൽ ചെയ്യുന്നു, പൊട്ടറ്റോ കുറച്ചുണ്ട്, അങ്ങനെയൊക്കെയുള്ള സാധനം. അപ്പോൾ അത് ചില സ്ഥലങ്ങളിൽ പോകുമ്പം അവിടുത്തെ അവൈലബിലിറ്റിയിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ അതിന്റെ ഡിഫറൻസ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ബീയിങ് ഒറിജിനൽ എന്ന് പറയുന്നത് എപ്പോഴും ആ ഒതൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലാണ്. ഇപ്പോൾ ഒരു ഇന്ത്യൻ പോപ്പുലേഷൻ ഇപ്പോൾ വേറെ യു ഗോ അവിടെ എല്ലാം മലയാളികളുണ്ട്. ഇപ്പോൾ ചില പണ്ടൊക്കെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരു കറിവേപ്പില പോലും കിട്ടില്ല. ഇപ്പം എല്ലായിടത്തും എല്ലാം അവൈലബിലിറ്റി ആവുന്ന ഒരു സമയം ഉണ്ടായതുകൊണ്ട് അത് അത്ര വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു 90% ഓക്കെയാണ്. പക്ഷെ എന്നെ ഏറ്റവും വണ്ടറാക്കിയതൊക്കെ ലണ്ടനിലൊക്കെ പോയപ്പം ഇംഗ്ലീഷ് ലോക്കൽ ഫുഡിനെ നമ്മളുടെ ബട്ടർനട്ട് സ്ക്വാഷ് ഒരു വെജിറ്റബിൾ ഉണ്ട്. ആക്ച്വലി മത്തങ്ങയുടെ പംകിന്റെ അതേ ഫ്ലേവറിലുള്ള ഒരു വെജിറ്റബിൾ ആണ്. നീണ്ടിരിക്കുന്ന ഒരു സാധനം. അത് ബട്ടർനട്ട് സ്ക്വാഷ് UK കിട്ടും. സ്വേഡ് എന്ന് പറഞ്ഞൊരു വെജിറ്റബിൾ ഉണ്ട്. അത് നമുക്കൊരു വേറെ ഒരു ആൾട്ടർനേറ്റീവ്. മുരിങ്ങയ്ക്ക് പകരം ആസ്പെരാഗസ്. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ്, ജസ്റ്റ് ഇമാജിൻ ആൻ ഇംഗ്ലീഷ് അവിയൽ.
തേങ്ങയും ജീരകവും വെളുത്തുള്ളിയൊക്കെ അരപ്പ് കറക്റ്റാണ്, യോഗട്ട് കറക്റ്റാണ്. പച്ചക്കറി ഇപ്പൊ മുരിങ്ങക്കേനെ ഈ ഗ്ലോബൽ വാർമിംഗിൽ എന്തിനാണ് കൊണ്ടുവരുന്നത്? നിങ്ങൾ ടേക്ക് ഇറ്റ് ആസ് ആസ്പരാഗസിനെ മുരിങ്ങയ്ക്കായിട്ട് ചിന്തിക്കൂ, ബട്ടർ സ്ക്വാഷ് മത്തങ്ങയായിട്ട് ചിന്തിക്കൂ. അതുപോലെ അവിടെ വേറെ കുറെ റൂട്ട് വെജിറ്റബിൾ ഉണ്ട്, അതിന്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നു. നമ്മുടെ ചേനയുടെ കണക്കൊക്കെയുള്ള ഫ്ലേവറുള്ള ലോക്കൽ വെജിറ്റബിൾസ് ഉണ്ട്, സ്വേഡ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വെജിറ്റബിൾ ഒക്കെ ഇട്ടിട്ട് യു ക്യാൻ മേക്ക് ആൻ ഇംഗ്ലീഷ് അവിയൽ, ഒരു യൂറോപ്യൻ അവിയൽ. സോ ഇപ്പൊ ബ്രസൽ സ്പോട്സ് എന്നൊക്കെ പറഞ്ഞൊരു ക്രിസ്മസിനൊക്കെ കിട്ടുന്ന ഒരു കേട്ടിട്ടുണ്ടോ? ബ്രസൽ സ്പ്രൗട്ട്സ് ഞാൻ ഈ സിനിമയിൽ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇംഗ്ലീഷ് മലയാളികൾ ഇപ്പൊ മൂവീസില്. വേണമെങ്കിൽ അതിന്റെയൊക്കെ തോരൻ അടിപൊളിയാണ്. ഓ അപ്പൊ അത് ഓക്കെ. നമ്മൾ ക്യാബേജ് തോരനാണ് നമ്മുടെ പോപ്പുലർ, അല്ലെ ബീൻസ് ആണ്. അപ്പൊ അവിടെ ഉള്ളവർക്ക് ലോക്കലി അന്നത്തെ സീസണിൽ കിട്ടുന്ന ഇപ്പൊ ആ രാജ്യത്തൊക്കെ ഉള്ളവർ ഇപ്പൊ ഇതൊക്കെ ഡെഫിനറ്റ്ലി മിഡിൽ ഈസ്റ്റിലൊക്കെ ഈ വെജിറ്റബിൾസ് ഒക്കെ അവൈലബിൾ ആണ്, ഇംഗ്ലീഷ് വെജിറ്റബിൾസ് ഒക്കെ വരുമല്ലോ. അപ്പൊ ബ്രസൽ സ്പോട്സ് വെച്ചിട്ട് അപ്പൊ ഒരു ഇച്ചിരി ഒക്കെ ഒരു ഹാപ്പിനെസ്. ഓക്കെ, നമ്മൾ ക്യാബേജ് പൊരിയലിന് പകരം പറയാണ് ബ്രസൽ സ്പോട്സ് പൊരിയൽ. അപ്പൊ നിങ്ങളൊരു ഗസ്റ്റ് വന്നാൽ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് അല്ലേ ആസ്പെരാഗസിന്റെ തീയൽ എന്ന് പറഞ്ഞൂടെ, മഷ്റൂം ആൻഡ് ആസ്പെരാഗസ് തീയൽ. നമ്മൾ മുരിങ്ങയ്ക്കയും വെണ്ടയ്ക്കയും കൂടെ ഇട്ട് തീയൽ ഉണ്ടാക്കുകയാണ്. അപ്പൊ ആ രീതിയിലൊക്കെ വേണമെങ്കിൽ അങ്ങനെയും എല്ലാം രണ്ടോ സെയിം ടൈം നിങ്ങൾക്ക് ഫ്യൂഷനും ആക്കാം, സെയിം ടൈം യു ക്യാൻ ഗോ ബാക്ക് ടു യുവർ റൂട്ട്സ്. ഭക്ഷണത്തിന് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്തോണ്ടിരുന്നാൽ രസമാണ്. അതെ അതെ. ഷെഫിന്റെ വീട്ടില് ഓണം ട്രഡീഷൻസ് എങ്ങനെയാ, എന്തൊക്കെയാണ് ട്രഡീഷണൽ ആയിട്ടൊക്കെ ചെയ്യുന്നത്? ഓണക്കോടി, രാവിലെ എണീറ്റ് പൂവൊക്കെ ഇടുക. അതെ, ഞാനിപ്പം അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഈ ഒരു മേഖലയായിട്ട് ഓണം വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സെലിബ്രേഷൻ ഫോർ ആസ് എ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ 3-4 days കണ്ടിന്യൂ സദ്യയാണ്. അപ്പം എനിക്ക് വളരെ റെയറായിട്ടാണ് ഓണത്തിന് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഈ ജോലിക്ക് വന്നിട്ട് 16-ാമത്തെ വയസ്സിലാണ്. 16 വയസ്സ് മുതൽ ഇതുവരെ 2 ഓണമാണ് ഞാൻ വീട്ടിൽ കഴിച്ചിട്ടുള്ളത്. ഓക്കെ. എനിക്ക് ഒന്ന് എൻ്റെ ഒരു കല്യാണം ഓണം ടൈമിലായിരുന്നു, അന്ന് എനിക്ക് ലീവ് കിട്ടി. പിന്നെ എപ്പോഴോ ഒരു സമയത്ത് ഏതോ ഒരു റീസെന്റ് ഈ ബിസിനസ് തുടങ്ങിയിട്ട് ഇന്നേ വരെ ഞാൻ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലായിരിക്കും. ബാംഗ്ലൂരായിരുന്നു പൊതുവെ. ഇപ്പൊ അന്നൊക്കെ 2 റെസ്റ്റോറൻറ്റേ ഉള്ളായിരുന്നു, ബാംഗ്ലൂർ, കൊച്ചി. അപ്പൊ ബാംഗ്ലൂർ ഭയങ്കര തിരക്കായിട്ട് ഓണസദ്യയൊക്കെ ഭയങ്കരമായിട്ട് പോകും, 2 റെസ്റ്റോറൻറ്റ്സിലും പോകും. ഇത്തവണ എനിക്ക് അറിയില്ല എവിടെയാണ് പോകുന്നത്. മിക്കവാറും വീട്ടിലുണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവില്ല. ഒരു ഷെഫിന്റെ കുറെ പ്രിവിലേജ് ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഇപ്പൊ ന്യൂ ഇയർ ആയി, ഒരു ഫെസ്റ്റിവൽ ആയി, ക്രിസ്മസ് ആയി, അത് നമ്മുടെ ബിസിനസിന്റെ പാർട്ട് ആൻഡ് പാഴ്സലാണ്. എല്ലാവരും വരുന്നത് ഈ ഒക്കേഷൻസ്, വീക്കെൻഡ്സ് അല്ലെങ്കിൽ ഇതേപോലെ ഫെസ്റ്റിവൽ സമയത്താണ് ആളുകൾ വരുന്നത്. അവരെയാണ് നമ്മൾ ഫീഡ്, അതാണ് നമ്മുടെ ജോലി. അപ്പൊ അതുകൊണ്ട് അപ്പൊ അവിടെ ഒരു സെന്റിമെന്റ്സിനെക്കാട്ടിൽ ഉപരി അത് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് കണ്ട് ഇറ്റ്സ് വെരി ഹാർഡ് ടു ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ഓർമ്മയിൽ ജോലിയിൽ വന്നിട്ട് മാക്സിമം 2 അല്ലെങ്കിൽ 3 എനിക്ക് കൃത്യമായിട്ട് കല്യാണത്തിന്റെ ടൈമിൽ എനിക്ക് ഓർമ്മയുണ്ട്. ഇറ്റ്സ് വാസ് സെപ്റ്റംബർ 10th-നോ 12th-നോ കണ്ടായിരുന്നു. അന്ന് ആ വർഷം 14-ാം തീയതി ആയിരുന്നു ഓണം. സോ കല്യാണം കഴിഞ്ഞ് 2 days, ഒരു 5 ദിവസം ലീവ് എന്തായാലും കിട്ടും. അങ്ങനെ ഒരു ഓണം, തിരുവോണം ആഘോഷിച്ചാണ് എൻ്റെ വീട്ടിൽ. അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് ജസ്റ്റ് നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഓണത്തിന് വീട്ടിൽ പോയും, ബട്ട് ജോലിയുടെ ഇടയിൽ വരികയാണ്. സോ നമ്മുടെ ഓണം ആഘോഷം വിത്ത് ദ ടീം, വിത്ത് ദ ഗസ്റ്റ്. അതെ, വീട്ടിലെല്ലാം വീട്ടിൽ ഡെഫിനറ്റ്ലി ഇപ്പോഴും എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ അന്ന് ഓണത്തിനുണ്ടെങ്കിൽ അച്ഛനും ഞങ്ങളുടെ എല്ലാ ഇമ്മീഡിയറ്റ് ഫാമിലിയും അന്ന് അമ്മയും അച്ഛനും കൂടാണ് കുക്ക് ചെയ്യുന്നത്. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നു. എൻ്റെ ഒരു ട്രഡീഷൻ, ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പണ്ട് തൊട്ടേ ഉള്ള എൻ്റെ ചൈൽഡ്ഹുഡ് ഓണം എന്ന് വെച്ചാൽ വി ഹാവ് ടു ഈറ്റ് ബിഫോർ 11 o'clock ദ മെയിൻ ലഞ്ച്. അന്നത്തെ എന്താണെന്നറിയില്ല, പണ്ട് 11 മണിക്കും 12 മണിക്കും ഓണം ഉണ്ടണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ടൈമിൽ. അതിപ്പോഴും ഫോളോ ചെയ്യണം. അവർ രാവിലെ എണീറ്റ് ഭക്ഷണം എല്ലാം ഉണ്ടാക്കി ഇലയിലൊക്കെ വെച്ചിട്ട് എല്ലാവരും ഇരുന്നിട്ട്, ഇപ്പോഴും ഈ പറഞ്ഞ പോലെ സമയങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോകും. എൻ്റെ ബ്രദർ ഫാമിലി, മൈ സിസ്റ്റേഴ്സ് ഫാമിലി, മൈ അച്ഛനമ്മ, എൻ്റെ ഫാമിലി, അവരെല്ലാവരും ഒരുമിച്ച് കുടുംബത്തിൽ പോയിരുന്ന് ഒരുമിച്ച് അന്ന് കഴിക്കും. അങ്ങനെയാണ്. ഓക്കെ, നൗ കമ്മിങ് ബാക്ക് ടു ജഷ്ന്, ഇവിടുത്തെ എന്താ പറയാ ഫ്യൂഷൻ ഫുഡ് റെസിപ്പീസ് ഞങ്ങൾ ഏതൊക്കെയാ ട്രൈ ചെയ്യേണ്ടത്? ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പാനിപൂരി എന്ന് പറഞ്ഞൊരു നോർത്ത് ഇന്ത്യൻ വിഭവം, ഭയങ്കര ഫേമസ് സ്ട്രീറ്റ് ഫുഡാണ്. അതിനകത്ത് വേണമെങ്കിൽ ഒരു പുതിനയിലെയും മിന്റും കൂടെ ഒരു വാട്ടർ, ഇച്ചിരി പുളിയും മധുരമൊക്കെയുള്ള സ്വീറ്റ് ആവും, സവറാവും. അതിൻ്റെ കൂടെ ഒരു പൊട്ടറ്റോ സ്റ്റഫ് ചെയ്തിട്ട് പൂരി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പോപ്പുലറാണ്. അപ്പൊ അതിനെ നമ്മളൊരു കേരള വേർഷനിൽ സംഭാരം വിത്ത് മാംഗോ പിക്കിളാക്കി. അപ്പൊ പൂരിക്കകത്ത് മാംഗോ പിക്കിളാണ്. സോ അതിനകത്ത് കുറച്ച് സേവ് ഉണ്ട്. വെരി കോൾഡ് ബട്ടർ മിൽക്ക്, ചെറിയ ഉള്ളിയും കാന്താരിയും പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ട് ചതച്ച ചിൽഡ് ആയിട്ടുള്ള ബട്ടർ മിൽക്ക്, സംഭാരം കടുമാങ്ങ പാനിപൂരി എന്നാണ് പേര്. അപ്പോൾ യു ക്യാൻ പോർ ദ ബട്ടർ മിൽക്ക് ഓൺ ദ പൂരി. അപ്പോൾ അതൊരു കേരള പാനിപൂരി. സോ സെയിം ലൈക്ക് എ ചാട്ട്, നോർത്ത് ഇന്ത്യൻ ചാട്ട്, ലൈക്ക് ആലു ചാട്ടുണ്ട്, പലതരം സ്വീറ്റ് പൊട്ടറ്റോ ചാട്ടുണ്ട്, അങ്ങനെ പലതരം ചാട്ട്സ് ആസ് എ സ്റ്റാർട്ടർ.
നമ്മളിതിനെ കേരളത്തിന്റെ പഴംപൊരിനെ ചാട്ടാക്കിയേക്കാണ്. അപ്പോൾ പഴംപൊരി ബനാന ഫ്രിട്ടേഴ്സ് സ്മോളായിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രിട്ടറാക്കി ഫ്രൈ ചെയ്തിട്ട് അതിനകത്ത് നോർമലി യൂഷ്വലി ചാട്ടിനകത്തുള്ള തേനും തൈരും കൂടെ ഒരു ചട്നി, അതുപോലെ ഡേറ്റ്സ് ആൻഡ് ടാമറിൻ ചട്നി. എന്നിട്ട് പൊതുവേ നമ്മൾ ചാട്ടിനകത്ത് മേലെ സേവ് ഒക്കെ കാണുമല്ലോ, സേവ് അപ്പൊ അതിന് വരെ നമ്മുടെ കേരള മിക്സർ കപ്പലണ്ടി ഒക്കെ ഉള്ള മിക്സർ ആഡ് ചെയ്ത് ബനാന ചിപ്സ് ഒക്കെ ഇട്ടിട്ട് പഴംപൊരി ചാട്ടം എന്ന് പറഞ്ഞൊരു ഡിഷ് ഉണ്ട്. പിന്നെ ഫോർ എക്സാമ്പിൾ ഒരു ഫ്യൂഷൻ ആയിട്ടുള്ളത് ഒരു ഇന്റർനാഷണൽ ഡിഷാണ് ബാർബിക്യൂ ചിക്കൻ. ഓക്കെ, കഴിച്ചിട്ടുണ്ടാവും എല്ലാവരും. ഒരു സ്വീറ്റ് ആൻഡ് സോർ ആണ്. സോ സെയിം ടൈം ആ ചിക്കൻ വിങ്സിനെ നമ്മൾ ചിക്കൻ 65 മാറിനേറ്റ് ഒക്കെ ചെയ്ത് ഫ്രൈ ചെയ്തിട്ട് ഇവിടെ പുളിയിഞ്ചി, സോ ജിഞ്ചർ പിക്കിൾ ആ സോസ് ഉണ്ടാക്കി അതിനകത്ത് സോട്ട് ചെയ്യുമ്പോൾ പുളിയിഞ്ചി ചിക്കൻ വിങ്സ് എന്ന് പറഞ്ഞിട്ട് ബാർബിക്യൂ ചിക്കന്റെ ഒരു കേരള വേർഷൻ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ കോമ്പിനേഷൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഡെസേർട്ട് ഉണ്ണിയപ്പം തേൻ മുട്ടായി ഫലൂഡ. സോ ഫലൂഡ ഭയങ്കര ഒരു പേർഷ്യ എന്നൊക്കെ വന്ന ഡെസേർട്ട് ആണ്. അപ്പൊ അതിനെ നമ്മൾ നോർമലി വെച്ചിട്ട് അതിന്റെ കൂടെ ഒത്തിരി ടോപ്പിംഗ്സ് അതിനകത്ത് വെമസലി ഉണ്ട്, ജെല്ലി ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, കസ്റ്റർഡ് ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്. അതിന്റെ കൂടെ ടോപ്പായിട്ട് തേൻ മുട്ടായി ലൈക്ക് സംതിങ് പഴയ ഓൾഡ് നിങ്ങൾക്കറിയില്ല, നിങ്ങൾ ഇവിടെ നിന്നും കിട്ടിയിട്ടുണ്ടാവില്ല. എന്നാലും അമ്മ അച്ഛനൊക്കെ ഇങ്ങനെ നാട്ടിൽ പോകുമ്പോ നമ്മൾ മേടിക്കും അത് തേൻമുട്ടായോടെ ചോപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫലൂഡ. അങ്ങനെയൊക്കെയുള്ള കുറെ സംഭവങ്ങളാണ് മെനുവിനകത്ത് മെയിൻ ആയിട്ട്. പിന്നെ ഓഫ്കോഴ്സ് നെവ്വാണ ഒബ്വിയസ്ലി. അപ്പൊ ഓണത്തിന് ജശ്നില് എന്താണ് ഒരു സദ്യയാണ് പ്ലാൻ ചെയ്യുന്നത്. സോ 3 days ഹോപ്പ്ഫുള്ളി ഇത് ഉത്രാടം, തിരുവോണം, ഔട്ടം. That's the first 3 days of ഓണം. ഫസ്റ്റ് ഡേ ഉത്രാടം എന്ന് പറയും, പിന്നെ മെയിൻ ഓണം തിരുവോണം, ദെൻ ഔട്ടം. അപ്പൊ ആ 3 ഡേയ്സ് ഇത് സാറ്റർഡേ സൺഡേ മൺഡേ ആണ് വരിക. തിരുവോണം ഇത്തവണ ഞായറാഴ്ചയാണ്. സോ ആസ് എ വീക്ക് ഡേ ആണ്. ഇവിടെ നാട്ടിൽ വീക്കെൻഡ് ആണെങ്കിൽ ഇവിടെ വീക്ക് ഡേ ആണ്. അപ്പം സാറ്റർഡേ സൺഡേ മൺഡേയിൽ ലഞ്ചിന് വി ഹാവ് ടു സെർവ് എ ട്രഡീഷണൽ ഓണം സദ്യ. അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ. ഷെഫ് പറഞ്ഞ അതേ രീതിയിലുള്ള മാക്സിമം സി ദ പ്രോബ്ലം ഈസ് ഇത് ആ ട്രഡീഷൻ വേ ഒരു പെട്ടെന്ന് ഇവിടെ ഒരു മലബാർ റീജിയനോട് പെട്ടെന്ന് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇത് അറിയുകൂടില്ല. ഞങ്ങൾ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവര് ദേ ഡോണ്ട് വെയിറ്റ്. പായസം ദേ തിങ്ക് പായസം ഡെസേർട്ട് ആണ്. പക്ഷെ ട്രഡീഷണൽ സദ്യയിൽ പായസം ഒരു പാട്ട് മാത്രമാണ്, അത് കഴിഞ്ഞുകൊണ്ട്. അപ്പൊ സാധാരണ പായസം കുടിച്ചാൽ സദ്യ തീർന്ന് എണീക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചോറ് സാമ്പാർ കഴിഞ്ഞ് പായസം 3 കുടിക്കുമ്പോൾ പലരും എണീക്കും. പിന്നെ ഉണ്ട് കാളൻ, പിന്നെ മോര്, രസം, ഇതൊക്കെ ബാക്കെൻഡാണ്. അപ്പൊ അറിയാത്തവർക്ക് ഇത് പ്രശ്നമാണ്, അറിയുന്നവർക്ക്. അപ്പൊ ഇവിടെ ഒരു മിക്സ് ഓഫ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് വി ഹാവ് ടു സ്ലോലി. ഞങ്ങളിപ്പോ വന്നേ ഉള്ളൂ, ആദ്യം പോയി അവരെല്ലാവരുടെ ബ്രെയിൻ ഷോക്ക് ചെയ്യണ്ട. സ്ലോലി ഒരു ഗ്ലോബൽ ഒരു മിക്സ് ആൻഡ് മാച്ച് സദ്യ ആയിരിക്കും. കുറച്ച് മലബാർ, കുറച്ച് ഇച്ചിരി ഫ്യൂഷൻ. അപ്പൊ ഇത് ബേസിക്കലി ഫുൾ മലയാളി അല്ലല്ലോ, നോർത്ത് ഇന്ത്യൻ ഡിഷസും ഉണ്ട് കുറച്ച്. യെസ്, ഒരു 70% കേരള, 30% നോർത്ത് ഇന്ത്യൻ. അങ്ങനെയാണ് ഞങ്ങളുടെ കൺസെപ്റ്റ്. ഡിപ്പെൻസ് വിൽ ചേഞ്ച് ദ സിഗ്നേച്ചേഴ്സ് എവറി 3 months. അങ്ങനെ അമേസിങ്. അപ്പോൾ ഞങ്ങളുടെ മിർച്ചി പ്രേക്ഷകരോട് എന്താണ് ഷെഫിന് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. ഞാനിപ്പോൾ മിർച്ചി പ്രേക്ഷകർക്ക്, ബഹ്റിനിലെ റേഡിയോ മിർച്ചിയുടെ പ്രേക്ഷകർക്കായിട്ട് ഇപ്പം ഒന്നാമത് ഒരു ഓണം സീസണാണ്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഫസ്റ്റ് തന്നെ പറയാനുള്ളത് ഗംഭീരമായിട്ടൊരു ഓണാശംസയാണ്. നിങ്ങളുടെ ഈ ഒരു വർഷം മുഴുവൻ ഒരുപാട് ഐശ്വര്യം നിറഞ്ഞ, ഒരുപാട് സന്തോഷം നിറഞ്ഞ, ഒത്തിരി ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു ഓണം. ഏറ്റവും കൂടുതൽ എനിക്കറിയാം ഈ നാട്ടിലേക്കാട്ടിൽ ഓണമൊക്കെ ആഘോഷിക്കുന്നത് ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെയാണ്. ഞാൻ ഒരുപാട് ഓണം പ്രോഗ്രാമിന് പല മിഡിൽ ഈസ്റ്റേൺ സ്ഥലത്തൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പം എല്ലാ ബഹ്റിനിലെ എല്ലാ പ്രേക്ഷകർക്കും നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞൊരു ഓണാശംസകൾ നേരുകയാണ്. താങ്ക് യു സോ മച്ച് ഷെഫ്. വെരി യമ്മി ആയിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പം ലുക്കിംഗ് ഫോർവേഡ്. അപ്പം നിങ്ങൾക്ക് നമ്മൾ ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്, ഫസ്റ്റ് ടൈം ഇൻ ദിസ് കൺട്രി. അപ്പോൾ വരും നാളുകളിൽ ഈ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മൾ ഇതേപോലെ ചെയ്യുന്ന നല്ലൊരു ടീമിനെയൊക്കെ ആയിട്ടാണ് നാട്ടിൽ നിന്ന് വന്നേക്കുന്നത്. വൺസ് അഗൈൻ താങ്ക് യു. താങ്ക് യു സോ മച്ച്.